അല്ല, റിലീജിയൻ എന്ന് പറയുമ്പോൾ കുറേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ്. പക്ഷേ ഇത് റിലീജിയൻ അല്ല. ഇപ്പോൾ സ്പിരിച്വാലിറ്റി എന്നുള്ളത് ആ റിലീജിയനിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ ബേസിക് എന്ന് പറയുന്നത് ബൈബിളാണ്. ലോകത്തിൻ്റെ ദൈവം ആണ് റിലീജിയൻ എന്ന് പറഞ്ഞ് സാർ ഇങ്ങനെ അട്രിബ്യൂട്ട് ചെയ്യുന്നത്. ദൈവം എന്നുള്ളതിനെ കുറിച്ചൊരു വ്യക്തമായ കാഴ്ചപ്പാട് വേണം. ഞാൻ സംസാരിച്ചിരിക്കുന്ന അച്ഛന്മാർക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ ആ അച്ഛന്മാരൊന്നും അത് സമ്മതിച്ച് തരാറുമില്ല. അപ്പോൾ ദൈവം എങ്ങനെയുള്ളവനാണ്? ഓണസ്റ്റ് ടോക്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഓണസ്റ്റ് ടോക്ക് ആക്ച്വലി എയിം ചെയ്യുന്നത് ഓണസ്റ്റ് ആയിട്ടുള്ള ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള കോൺവെർസേഷൻസ് ആണ്. നമ്മുടെ ലൈഫിലെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള പ്രോബ്ലംസ്, നമ്മുടെ സൊസൈറ്റി ഫേസ് ചെയ്യുന്ന ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഇഷ്യൂസ്, നമ്മുടെ ലൈഫ് എങ്ങനെ കുറേ കൂടെ ബെറ്ററായിട്ട് ഈ ഭൂമിയിൽ കണ്ടക്ട് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ലോങ്ങർ ആയിട്ടുള്ള ട്രൂത്ത് സീക്കിംഗ് ആയിട്ടുള്ള തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് ആണ് ആക്ച്വലി ഓണസ്റ്റ് ടോക്ക് എയിം ചെയ്യുന്നത്. നിങ്ങൾക്കും തീർച്ചയായിട്ടും ഈ ഓണസ്റ്റ് ടോക്കിൻ്റെ ഭാഗമാകാവുന്നതാണ്. നിങ്ങൾ ലോകത്തെ എങ്ങനെയാണ് കാണുന്നത്, അല്ലെങ്കിൽ ലൈഫ് എങ്ങനെ കുറേ കൂടെ ബെറ്റർ ആക്കാം, സൊസൈറ്റി എങ്ങനെ കുറേ കൂടെ ബെറ്ററായിട്ട് ഫങ്ഷൻ ചെയ്യാം എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ട് നിങ്ങളുടെ കാഴ്ചപ്പാടുകളും തീർച്ചയായിട്ടും ഓണസ്റ്റ് ടോക്കിലൂടെ നിങ്ങൾക്ക് പങ്കുവയ്ക്കാവുന്നതാണ്. അതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് ബെഞ്ചമിൻ മോസസ് എന്ന് പറയുന്ന സാറാണ് നമ്മുടെ ഓണസ്റ്റ് ടോക്കിൽ എന്നോടൊപ്പം ചേരുന്നത്. സാറ് പ്രത്യേകിച്ച് സുവിശേഷ മേഖലയിൽ ദീർഘനാളുകളായി പ്രവർത്തിക്കുന്ന മാന്യദേഹമാണ്. സാറിനെ കുറിച്ച് കൂടുതലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നു. സാറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഐഡിയ എന്ന് പറയുന്നത് ഫ്രീഡം ഫ്രം റിലീജിയൻ എന്നുള്ളതാണ്. അപ്പം സ്പിരിച്വാലിറ്റി വേഴ്സസ് റിലീജിയൻ എന്നുള്ള ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ആരംഭിക്കുന്നത്. ഞാൻ സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാറിനെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിസ്കഷനിലേക്ക് കിടക്കാം. എൻ്റെ പേര് ബെഞ്ചമിൻ മോസസ്. ഞാനൊരു വൈദിക കുടുംബത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. എൻ്റെ വിദ്യാഭ്യാസ കാലം ഹൈസ്കൂൾ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് മാർ യൂനിസ് കോളേജിലായിരുന്നു എൻ്റെ അന്നത്തെ പ്രീ ഡിഗ്രി. പിന്നെ അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി കോളേജിൽ ബിരുദവും ബിരുദാനന്ദ ബിരുദവും MA സോഷ്യോളജി, BAക്ക് ഇത് സൈക്കോളജി ആൻഡ് ഫിലോസഫിയൊക്കെ ആയിരുന്നു. ആത്മീയത എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനൊരു പ്രധാനപ്പെട്ട കാരണം എൻ്റെ പിതാവ് തന്നെയാണ്. എൻ്റെ പിതാവ് വൈദിക ശുശ്രൂഷയിൽ വരാനുണ്ടായ ഒരു കാരണം, തനിക്കുണ്ടായ ഒരു അത്ഭുതമായ സൗഖ്യമാണ്. തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ഒരു അപകടത്തിൽപ്പെട്ടു. തൻ്റെ കാലിൻ്റെ സ്വാധീന ശക്തി നഷ്ടപ്പെട്ടു. സ്കൂളിൽ പോകുമ്പോൾ ആളുകൾ മുടന്തൻ വരുന്നു എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. തന്നെ അത് വളരെയധികം ഭാരപ്പെടുത്തി. പിന്നെ അവരുടെ ദീർഘമായ പ്രാർത്ഥന, അന്നത്തെ സാഹചര്യത്തിൽ ഉള്ള ചികിത്സ ഒക്കെ ചെയ്തു, എങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല. എന്നാൽ പ്രാർത്ഥനയാൽ ദൈവം അത്ഭുതകരമായ ഒരു വിടുതൽ എൻ്റെ പിതാവിന് നൽകി. അങ്ങനെയാണ് എൻ്റെ പിതാവ് ദൈവവേലയ്ക്കായിട്ട് വരുന്നത്. പക്ഷേ തുടർന്ന് തൻ്റെ ശുശ്രൂഷയിലുള്ള എതിർപ്പുകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും സങ്കീർണതകളും എല്ലാം എന്നെ ഒരു സാധാരണ ശുശ്രൂഷക്കാരനാക്കി. എന്നാൽ ഏകദേശം 1973 മുട്ടയ്ക്കാട് കോവളം CSI ചർച്ചിലിരിക്കുമ്പോഴാണ് അതെനിക്കൊരു ഹാർട്ട് അറ്റാക്ക് ആദ്യമായിട്ട് വരുന്നത്. വളരെ വിൽ പവറുള്ള ഒരു അദ്ദേഹമാണ് എൻ്റെ പിതാവ്. വളരെ സീരിയസ് ആയിട്ട് അതിനെ എടുത്തില്ല. ഡോക്ടർ വിൽസ് സൂക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരാഴ്ച പോലും റെസ്റ്റ് എടുക്കാതെ വീണ്ടും പ്രവൃത്തി ഭാഗത്തിലേക്ക് പോയി. തൊട്ടടുത്ത് തന്നെ രണ്ടാമത്തെ അറ്റാക്കും വന്നു. അതോടുകൂടെ എൻ്റെ ശുശ്രൂഷയെക്കുറിച്ചൊരു അവലോകനം ചെയ്യാനായിട്ട് ഇടയായി. എന്തിനാണ് ദൈവം വിളിച്ചത്, എന്താണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സാമൂഹിക ക്ഷേമ പ്രവർത്തനമൊക്കെയാണ് അച്ഛൻ നടത്തിക്കൊണ്ടിരുന്നത്. ആ ഭാഗത്തൊക്കെ കുടിവെള്ള ക്ഷാമമുണ്ട്. അപ്പോൾ കോർപ്പറേഷൻ്റെ ലോറിയിൽ വെള്ളം എത്തിക്കുക, പിന്നെ റോഡ് ഒക്കെ ശരിയാക്കുക. പിന്നെ എൻ്റെ പിതാവിന് പശു വളർത്തൽ ഇഷ്ടമാണ്. ഒരു നല്ല 4 ജേഴ്സി പശു ഞായറാഴ്ച ആരാ നടത്തുക. ഇങ്ങനെ ഒരു റൊട്ടീനിൽ പോവുകയായിരുന്നു. അവിടെ അതിന് മധ്യയാണ് ഈ അറ്റാക്ക് ഉണ്ടാകുന്നത്. തുടർന്ന് എൻ്റെ പിതാവ് പ്രാർത്ഥനയും രോഗശാന്തി ശുശ്രൂഷ, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠനങ്ങളെല്ലാം നടത്താൻ തുടങ്ങി. അന്ന് ഞാൻ സെൻറ്റ് ജോസഫ് സ്കൂളിലൊരു വിദ്യാർത്ഥിയാണ്.
പാടാനാരും കഴിവുള്ളതുകൊണ്ട് എന്നെ കൂടെ എല്ലായിടത്തും കൊണ്ടുപോകും. അപ്പോൾ 73 മുതൽ 81 വരെ ഞാൻ എൻ്റെ പിതാവിനോടൊപ്പം ഇങ്ങനെ പഠനവും പിന്നെ ശുശ്രൂഷയിൽ സഹകരണം എല്ലാം ഉണ്ടായിരുന്നെങ്കിലും എനിക്കിതിലൊന്നും വലിയ വിശ്വാസമില്ല. ഇതൊക്കെ ആളുകളെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ്, മനഃശാസ്ത്രപരമായ പ്രവർത്തനങ്ങളൊക്കെ ആണെന്നാണ് എൻ്റെ ഉള്ളിലെ ധാരണ. കാരണം യൂണിവേഴ്സിറ്റി കോളേജ് പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ മനഃശാസ്ത്രത്തിൻ്റെ ഇഷ്ടംപോലെയുള്ള ബുക്സ് റെഫർ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇതൊക്കെ ഒരു സൈക്കോളജിക്കലായിട്ടുള്ളൊരു അനുഭൂതി, ഹലൂസിനേഷൻ, ഇല്യൂഷൻ, ഈയൊക്കെ ചിന്താഗതിയായിരുന്നു. എന്നാലും ഞാൻ അച്ഛൻ്റെ ഒപ്പം ഒന്ന് പാടും, പ്രാർത്ഥിക്കും. അപ്പോൾ അച്ഛൻ പറയും, പ്രാർത്ഥിക്കുമ്പോൾ നീ വളരെ സീരിയസ് ആയിരിക്കണം, സ്തോത്രം ഹല്ലേലൂയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്നൊക്കെ പറയും. അപ്പോൾ അത് എപ്പോഴെങ്കിലും വിട്ടുപോയാൽ അച്ഛൻ്റെ കൈ എൻ്റെ തലയിൽ പതിക്കും. അപ്പോൾ അതുമൂലം ആടിയുടെ വേദനയോട് ഞാൻ നിന്ന് കരയും. അപ്പോൾ ആഡിയൻസിൻ്റെ കരച്ചിൽ കാണും, പിന്നെ കൂടെ ഈ പുൽപ്പിറ്റിൽ നിർത്തുകയാണ്. അപ്പോൾ ഞാൻ ആലോചിച്ച് എങ്ങനെ ഇതിനൊരു രക്ഷപ്പെടാൻ ഒരു മാർഗമുണ്ട്. അപ്പം ഞാൻ കണ്ടെത്തിയ മാർഗം, അച്ഛൻ പ്രാർത്ഥന പോയി കഴിഞ്ഞാൽ ഉറച്ച് ഹല്ലേലൂയ സ്തോത്രം പറയുക, യാന്ത്രികമായിട്ട്. അപ്പോൾ അതങ്ങ് പറയാൻ തുടങ്ങി. അപ്പോൾ ആളുകളെല്ലാം പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അച്ഛനേക്കാളും ഭയങ്കര ആത്മാവ് മോന് കൊടുത്തിരിക്കുക സ്തോത്രം. അപ്പോൾ എൻ്റെ ആത്മാവ് അടിയിൽ നിന്നുള്ള രക്ഷപ്പെടാനുള്ള ഇതിലാണ്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോഴാണ് 1981 സഹോദരൻ ദിനകരൻ ആദ്യമായിട്ട് ചന്ദ്രശേഖരൻ ആശുപത്രിയിൽ വരുന്നത്. അത് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജ് പഠിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ മീറ്റിംഗ് കാണാൻ ചെന്നു. കാരണം അന്നൊന്നും ഇങ്ങനെയുള്ള വീഡിയോ സംവിധാനങ്ങൾ അത്ര പ്രചാരത്തിലല്ല. പക്ഷേ അവിടെയെല്ലാം വീഡിയോ ക്യാമറകൾ നിരന്നിരിക്കുന്നു, ഷൂട്ടിങ്ങാണ്, ആഡിയൊക്കെ പേര് വിളിച്ച് പറയുന്നു എന്നൊക്കെ കേൾക്കുന്നു. ഞാൻ ചെന്നപ്പോൾ കൊള്ളാം, നല്ല മെസ്സേജ്, നല്ല പാട്ട്, ചിലർ പേരുകളൊക്കെ വിളിച്ച് പറയുന്നു, ചിലർ സൗഖ്യമാണെന്ന് പറയുന്നു, സീരിയസ് ആയിട്ടുള്ള രോഗികളൊക്കെ അതുപോലെ തന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകുന്നു. ഇത് തന്നെയൊക്കെ വളരെ ചോദ്യം ചെയ്തു. ഞാൻ എൻ്റെ മനഃശാസ്ത്ര അധ്യാപകനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഞാനത് ചോദിച്ചു, യേശു ഇന്നും ജീവിച്ചിരിപ്പുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ മാസ് ഹിപ്നോട്ടിസമാണ്, അറിഞ്ഞൂടെ, ഇത് പഠിക്കുമ്പോൾ അറിഞ്ഞൂടെ. അപ്പോൾ ഞാൻ പിന്നെ അതിൻ്റെ പുസ്തകങ്ങളൊക്കെ ഞാൻ റെഫർ ചെയ്തു. അതാണ്. അപ്പോൾ അതിലെല്ലാം എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി. കാരണം എൻ്റെ ഒരു പോസ്റ്റ് മോർട്ടം ചിന്താഗതിയാണ് എൻ്റെ ആത്മീയതയിൽ. ക്രിട്ടിക്കലി ഇവാലുവേറ്റ് എന്നുള്ള കണ്ടെത്തി വിശ്വസിക്കാനുള്ള ഒരു മനസ്ഥിതി എനിക്കില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ എല്ലാ വീട്ടിലും ഈ വ്യാഴാഴ്ച ഒരു അച്ഛനൊരു പ്രയർ നടത്തുന്നുണ്ട്. അതിലൊരു മെഡിക്കൽ ഡോക്ടർ കടന്നു വന്നു. അപ്പോൾ അദ്ദേഹം MS ആണ്. അദ്ദേഹം വന്ന് പറഞ്ഞൊരു കാര്യം, ഞാൻ മാരകമായൊരു അസുഖത്തിലായിരുന്നു. ഒരു മെഡിക്കൽ ഡോക്ടർ എന്നുള്ള നിലയിൽ എൻ്റെ രോഗത്തിൻ്റെ ഗൗരവം എനിക്കറിയാം. ചികിത്സിച്ചാൽ സുഖമാകണമെന്ന് നിർബന്ധമില്ല, ചിലപ്പോൾ ജീവശവമായിട്ട് കിടക്കേണ്ടി വരും. അതുകൊണ്ട് 2 പെൺമക്കളാണ് എനിക്കുള്ളത്. അവരുടെ ഭാവി നോക്കുമ്പം പോകുന്നവരെ പോട്ടെ, അവരെ ഒരു നിലയിലെത്തിക്കാൻ കഴിഞ്ഞാലോ എന്നൊരു ചിന്തയിൽ ജീവിതം തുടരുമ്പോൾ ആരോ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ സുഖം കിട്ടും. അതിന് വേറൊരു രക്ഷയില്ലാത്തതുകൊണ്ട് അവർ കുടുംബമായി ഉപസിച്ച് പ്രാർത്ഥിച്ചു, സൗഖ്യമായി. പക്ഷേ അദ്ദേഹം പറഞ്ഞ തൻ്റെ അനുഭവത്തിൽ താൻ പറഞ്ഞത് സൗഖ്യത്തെക്കാൾ ഉപരിയായിട്ട് അദ്ദേഹം പറഞ്ഞ, കർത്താവ് എനിക്ക് രക്ഷയുടെ സന്തോഷം തന്നു, പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറച്ചു. അപ്പോൾ ഇതെന്നെ വളരെ ചിന്തിപ്പിച്ചു. കാരണം ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ നെഞ്ചുവേദന മാറി, പല്ലുവേദന മാറി, പനി മാറി, ഉളുക്ക് മാറി എന്നൊക്കെയാണ് സാക്ഷ്യം പറയുന്നത്. ഞാൻ പറയും, വീട്ടിൽ നിന്ന് പാരസെറ്റമോളും കഴിച്ചുകൊണ്ട് വന്നു, 1 മണിക്കൂറാവും അതിൻ്റെ എഫക്റ്റ് കിട്ടാൻ. അപ്പോൾ അത് സ്വാഭാവികം, പ്രാർത്ഥന കൊണ്ട് മാറണമെന്നല്ല. പക്ഷെ ഒരു വിദ്യാഭ്യാസമുള്ളൊരു മനുഷ്യൻ, ഒരു മെഡിക്കൽ ഡോക്ടർ ഇങ്ങനെ ഒരു അനുഭവം പങ്കിട്ടപ്പോൾ കൂട്ടായ്മ കഴിഞ്ഞിട്ട് ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു, ഞാൻ ഈ പ്രാർത്ഥന നടത്തുന്ന അച്ഛൻ്റെ മകനാണ്, എനിക്ക് ഇതിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. പക്ഷേ അച്ഛനെ ഭയന്നാണ് ഞാൻ ഇങ്ങനെ വരുന്നത്, കൂടെ നിൽക്കുന്നത്. ഈ രക്ഷയുടെ സന്തോഷം, പരിശുദ്ധാത്മാവിലുള്ള അനുഭവമൊക്കെ റിയൽ ആണെങ്കിൽ എനിക്കും അത് അറിഞ്ഞാൽ കൊള്ളാം, എനിക്കും അത് വേണം. ഡോക്ടർ എനിക്കൊരു അപ്പോയിൻമെൻറ്റ് തരണം. അപ്പോൾ ഓക്കെ, ആ ഡേറ്റ് മറക്കാൻ പറ്റില്ല. 1981 നവംബർ മാസം 28-ാം തീയതി 11 മണി. ഇവിടെ തന്നെ ഞങ്ങളുടെ റൂമിൽ അദ്ദേഹം വന്നു. പ്രയർ റൂമാണ് ആയിരുന്നു ആ സമയത്ത്. ഡോക്ടറുടെ പേരെന്താണ്? ഡോക്ടർ സെൽവദാസ്. അദ്ദേഹം കഴിഞ്ഞ വർഷമാണ് ഈ ലോകത്തോടെ യാത്ര പറഞ്ഞത്. എൻ്റെ വൈഫും മക്കളൊക്കെ ഇപ്പോഴും ഉണ്ട്.
അദ്ദേഹം വന്നു, വാതിലടച്ചു. അദ്ദേഹം എനിക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ഞാൻ കണ്ണു തുറന്ന് നോക്കിക്കൊണ്ടിരുന്നു, എവിടെ കൂടെയാണ് ഈ ദൈവം എന്നറിയാൻ. കാരണം അത്രമാത്രം എനിക്കൊരു അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു. പക്ഷേ ആ മുറിയിൽ കർത്താവ് ഇറങ്ങി വന്നു, എന്നെ തൊട്ടു. ഞാൻ ഈ കറണ്ടിൽ കളിക്കുന്ന ആളായിരുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടംപോലെ ഇലക്ട്രിക് ഷോക്ക് ഏറ്റിട്ടുണ്ട്. പക്ഷേ ഇത് ഇലക്ട്രിക് ഷോക്കിനെ വെല്ലുന്ന ഒരു ശക്തിയാണ്. ഞാൻ ഇരിക്കുന്ന സ്ഥലം എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഒരു അത്യന്ത ശക്തി ഈ ശരീരത്തിൽ ഞാൻ അനുഭവിച്ചു, എൻ്റെ ആളത്വത്തിൽ ഞാൻ അനുഭവിച്ചു. പിന്നെ ഞാൻ വാസ്തവം പറഞ്ഞാൽ ഒരാഴ്ചയോളം ഞാൻ ആ ദൈവസ്നേഹത്തോർത്ത് കരയുകയായിരുന്നു. കാരണം ഇത്രയും ഞാൻ ക്രിറ്റിസിസം കാണിച്ചുകൊണ്ടിരുന്നിട്ടും ദൈവം എന്നെ സ്നേഹിച്ചു. പിന്നെ അന്ന് മുതൽ തുടങ്ങി ഏകദേശം 45 yearsആയി. ഇന്ന് ഞാനൊരു സ്റ്റുഡൻ്റാണ്. ഇപ്പോൾ എത്ര വയസ്സായി സാറിന്? എനിക്കിപ്പോൾ 65 കഴിഞ്ഞു. ഓക്കെ, ശരി. അപ്പോൾ ഈ റിലീജിയൻ വേഴ്സസ് സ്പിരിച്വാലിറ്റി ആണല്ലോ. അപ്പോൾ സാറ് ഈ റിലീജിയനെക്കാളും കൂടുതൽ സ്പിരിച്വാലിറ്റിക്കാണോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? അതെ, കാരണം ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ ഒരു ക്യാപ്ഷൻ. മനുഷ്യൻ പലപ്പോഴും പറയുന്നത് മതസ്വാതന്ത്ര്യം എന്നാണ്. മനുഷ്യന് മതസ്വാതന്ത്ര്യം വേണം. പക്ഷേ മനുഷ്യന് ആവശ്യം മതമല്ല, മതത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് മനുഷ്യന് ആവശ്യം. കാരണം ദൈവത്തിന് മതമില്ല. ദൈവം ക്രിസ്ത്യാനിയല്ല, ദൈവം ഹിന്ദു അല്ല, ദൈവം ഇസ്ലാമല്ല. അവരുടെ പാട്ട് പോലും ഉണ്ടല്ലോ, ഈശ്വരൻ ഹിന്ദു അല്ല. അപ്പോൾ ദൈവം എന്ന് പറയുമ്പോൾ സകല ജഡത്തിൻ്റെയും ദൈവമാണ്, സകലത്തിൻ്റെയും സൃഷ്ടാവാണ്. പറയുമ്പോൾ ഭൂമിയിലുള്ളതും സമുദ്രത്തിലുള്ളതും ആകാശത്തിലുള്ളതും അത് ദൃശ്യമായതും അദൃശ്യമായ എല്ലാം സൃഷ്ടിച്ച ഒരു ദൈവമാണ്. അപ്പോൾ ആ ദൈവത്തെ ഒരു മതത്തിൻ്റെ ഉള്ളിൽ ഒതുക്കാൻ ആർക്കും പറ്റത്തില്ല. അപ്പോൾ ആ ദൈവത്തെ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ദൈവത്തിൻ്റെ വചനം, ഞാൻ വേദോസം ദൈവത്തിൻ്റെ വചനമാണെന്ന് വിശ്വസിക്കുന്നു. കാരണം അതിലെ പ്രവചനങ്ങളുടെ നിവൃത്തീകരണമാണ് ക്രിസ്തു ഈ ഭൂമിയിൽ വന്നതും ജീവിച്ചതും മരിച്ചതും ഉയർത്തെഴുന്നേറ്റതും സ്വർഗാരോഹണം ചെയ്തതും പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നതും താൻ ഇനി വീണ്ടും വരാൻ പോകുന്നു. ഇപ്പോൾ ബൈബിളെന്ന് പറയുന്നത് ഒരു മതഗ്രന്ഥമല്ല. ഞാനതിനെക്കുറിച്ച് പറയാനുള്ളതൊരു മനുഷ്യന് ദൈവം നൽകിയൊരു ഹാൻഡ് ബുക്കാണ്. പക്ഷെ നമ്മളങ്ങനെ വാദിക്കുമ്പോഴും ആക്ച്വലി ക്രിസ്തീയ വിശ്വാസം ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് ബൈബിളിൽ നിന്നാണ്. അപ്പം എല്ലാ റിലീജിയനും 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ഹോളി പേഴ്സൺ, ഹോളി ബുക്ക്, ഹോളി പ്ലേസ്. ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ചിടത്തോളം ജീസസ് ക്രൈസ്റ്റ്, ബൈബിള്, അതുപോലെ തന്നെ ജെറുസലേം. ഇത് 3ഉം ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ചിടത്തോളം ബൈ ഡെഫിനിഷൻ ഓതന്റിക് ആയിട്ടുള്ള ഒരു തെളിവ് തന്നെയാണ്. അപ്പം നമ്മൾ ഈ ബൈബിളിനെയും ജീസസിനെയും സ്പിരിച്വാലിറ്റിയിൽ ഉപയോഗിക്കുമ്പം അത് ഓട്ടോമാറ്റിക്കായിട്ട് റിലീജിയൻ്റെ ഡെഫിനിഷനകത്തേക്ക് വരുന്നില്ലേ? അല്ല, റിലീജിയൻ എന്ന് പറയുമ്പോൾ കുറേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ്. അതും ഉണ്ട്. പക്ഷെ അത് മാത്രമല്ല, ഇത് റിലീജിയൻ അല്ല, ഇത് മാർഗമാണ്. ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ്. ക്രിസ്തു മതം വേറെ, ക്രിസ്തു മാർഗം വേറെ. കാരണം ആദ്യം ഇപ്പം ക്രിസ്ത്യാനിറ്റി എന്ന് പറയുമ്പോൾ തന്നെ മോണോതീയിസ്റ്റിക് അബ്രഹാമിക് റിലീജിയൻ സെൻറ്റേർഡ് അറൗണ്ട് ലൈഫ് ഓഫ് ജീസസ് എന്നാണ് പറയുന്നത്, ആൻറ്റിറ്റിക്സ് ടീച്ചിങ്സ്. അപ്പോൾ അങ്ങനെ പറയുമ്പം സ്വാഭാവികമായിട്ടും അത് ഓവർലാപ്പ് ചെയ്ത് വരുന്നില്ല. നമുക്ക് അതിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റുമോ എന്നുള്ളത്. ഇതൊക്കെ വന്നത് ഈ കാലഘട്ടത്തിലാണല്ലോ. പഠനത്തിൻ്റെ അറിവ് കൂടി വന്നപ്പോൾ ഇങ്ങനെയെല്ലാം മാറ്റാണ്ടി വന്നത് അല്ല. പക്ഷെ ആദിമസഭയ്ക്ക് ഇതൊന്നും പ്രശ്നമായിരുന്നില്ല. ക്രിസ്തുവിനെ യാഥാർത്ഥ്യമായി രുചിച്ചറിഞ്ഞവർക്ക് ഇതൊന്നും പ്രശ്നമായിരുന്നില്ല. ഇപ്പോൾ ഇതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ മതത്തെ പഠിക്കുകയാണ്. മതം മുമ്പേ ഉള്ളതല്ലേ? മുമ്പേ ഉള്ളതാണ്. യേശു കർത്താവിന് മുമ്പേ റിലീജിയൻ ഉണ്ട്. അപ്പം അത് ഒരു നിർവചനം എന്നുള്ള രീതിയിൽ നമ്മൾ റിലീജിയനെ കാണുമ്പം ഇപ്പോൾ സ്പിരിച്വാലിറ്റി എന്നുള്ളത് ആ റിലീജിയനിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുമ്പം നമ്മളുടെ ഒരു പേഴ്സണൽ എൻഡ്യൂവറായിട്ട് മാറില്ല ആക്ച്വലി നമ്മളുടെ ലൈഫിൻ്റെ ഒരു മീനിങ്ങും പർപ്പസും ഒക്കെ. അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു സംശയം. അല്ല, ഇപ്പം മതത്തെ ഞാൻ ശല്യപ്പെടുത്താൻ പോകുന്നില്ല. ശല്യപ്പെടുത്തുകയല്ല, ഞാൻ മതത്തിൻ്റെ ഫാനൊന്നുമല്ല ആക്ച്വലി. പക്ഷേ റിലീജിയൻ നമ്മുടെ ഒരു സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട
4-5 ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വളരെ പ്രധാനപ്പെട്ട എൻ്റെ ഒരു ഐഡിയ ഞാൻ പറയാം, വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് റിലീജിയൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ സൊസൈറ്റി വലിയ രീതിയിലുള്ള ഒരു അരക്ഷിതാവസ്ഥയിലും അസന്തുലിതമായിട്ടുള്ള വളരെ മോറൽ കെയോട്ടിക് സിറ്റുവേഷനിലാണ് നിലവിലുള്ളത്. അതിന് എൻ്റെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് 2 പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഫെയിലുവറാണ്. ഒന്ന് റിലീജിയൻ്റെ ഫെയിലുവറും അതുപോലെ തന്നെ ഫാമിലിയുടെ ഫെയിലുവറും. ഈ 2 ഇൻസ്റ്റിറ്റ്യൂഷൻസും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാത്തതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇന്നത്തെ പ്രധാനപ്പെട്ട സാമൂഹിക പ്രശ്നങ്ങളിലെല്ലാം അടിസ്ഥാന കാരണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പം റിലീജിയൻ എന്ന് പറയുന്നതിൽ നിന്ന് നമ്മൾ സ്പിരിച്വാലിറ്റിയെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു രീതിയായിട്ട് അത് മാറിപ്പോകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അല്ല, നമ്മുടെ ബേസിക് എന്ന് പറയുന്നത് ബൈബിളാണ്. കാരണം നമ്മുടെ തലമുറയിൽ നമുക്ക് നമ്മെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവചനം എന്നാണ്. അതെ, ബൈബിളും ജീസസും ഇല്ലാതെ ക്രിസ്ത്യാനിറ്റി ഇല്ല. അപ്പോൾ ബൈബിളിലൂടെയാണ് നമ്മൾ യേശു ആരാണെന്നും ദൈവം ആരാണെന്നും മനുഷ്യൻ ആരാണെന്നും എല്ലാം മനസ്സിലാക്കുന്നത്. അപ്പോൾ എനിക്ക് ലഭിച്ച ഒരു വേറെ പറഞ്ഞ പോലെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അന്വേഷണമായിരിക്കാം അത്. പക്ഷെ ആ അന്വേഷണത്തിൽ വേദപുസ്തകത്തിലൂടെ ലഭിച്ച കാഴ്ചപ്പാടാണ്. അപ്പോൾ ദൈവം മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചു, ആ സൃഷ്ടിയിൽ നിന്ന് വന്നുപോയ വീഴ്ച, ആ വീഴ്ച മൂലം വന്നുപോയ അവസ്ഥകൾ, അത് പിന്നീടാണ് അത് മതമായിട്ട് മാറുന്നത്. അപ്പോൾ ദൈവം മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചു? ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു എന്നാണ് തിരുവചനത്തിൽ പറയുന്നത്. അപ്പോൾ പാപം ചെയ്തപ്പോൾ സാദൃശ്യം നഷ്ടപ്പെട്ടു, സ്വരൂപവും നഷ്ടപ്പെട്ടു. ഇതാദ്യം സമ്മതിച്ചേ പറ്റത്തുള്ളൂ. ഇത് ക്രിസ്ത്യാനിറ്റിയുടെ തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രീ സപ്പോസിഷനാണ്. അതായത് ജുഡിയോ ക്രിസ്ത്യൻ വാല്യൂവിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ് സാർ ഇപ്പോൾ പറഞ്ഞത്. അതായത് ഒറിജിനൽ സിൻ എന്ന് നമ്മൾ പറയുന്നത്, ഫാൾ ഓഫ് മെൻ, ഹ്യൂമൻ ബീയിങ്സ് ആർ ബേസിക്കലി നോട്ട് ഗുഡ്, എയ്തർ ബാഡ് ഓർ നൈവ് എന്നുള്ള വളരെ യൂണിവേഴ്സിനെ ഇത്രയും സിവിലൈസ്ഡ് ആക്കിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. അത് ക്രിസ്ത്യാനിറ്റിയുടെ വളരെ ഫൗണ്ടേഷണൽ ആയിട്ടുള്ളൊരു സ്റ്റോണാണ് ആക്ച്വലി. പക്ഷേ ആ സ്റ്റോൺ നമ്മൾ യൂസ് ചെയ്തിട്ട് സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മൾ ആ ഫ്രെയിം വർക്കിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറിൽ നിന്ന് നമ്മൾ പുറത്തു വരികയും നമ്മളുടെ അടുത്ത ജനറേഷനോട് അത് പറയുമ്പോൾ അവർക്കൊരു സ്ട്രക്ചറില്ലാത്ത ഒരു ഫ്രെയിം വർക്ക് ഇല്ലാത്ത ലോകത്തേക്ക് അവർ ഇറക്കി വിടുന്നൊരു സാഹചര്യം വരില്ലേ? അല്ല, അപ്പോൾ ദൈവം എന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തമായ കാഴ്ചപ്പാട് വേണം. അപ്പോൾ ദൈവം എങ്ങനെയുള്ളവനാണ്? ഇപ്പോൾ നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് തികഞ്ഞ ദൈവവിശ്വാസിയായിരുന്നു, പക്ഷേ ക്രിസ്തു വിരോധിയായിരുന്നു. തനിക്ക് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ളതെല്ലാം നന്നായിട്ട് പണ്ഡിതനായിരുന്നു, അരിച്ചു കലക്കി കുടിച്ച ഒരാളാണ്. ആദ്യം പുള്ളിക്ക് ക്രിസ്തുവിനെ ഒട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല, ക്രിസ്തു വിരോധിയായി. പക്ഷേ ഒടുവിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ തനിക്ക് ദമാസ്കസിൻ്റെ പടിവാതിക്ക് വെച്ച് കിട്ടി. പിന്നെ അവിടെ നിന്ന് തനിക്ക് മാറ്റം വരികയാണ്. അപ്പോൾ തൻ്റെ ആദ്യത്തെ ലേഖനം തന്നെ ആ റോമറിൽ നമ്മൾ നോക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് അവിടെ താൻ പറയുന്നു. അവിടെ പറയുന്ന അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യത്തിലാക്കി മാറ്റി. അങ്ങനെ ദൈവത്തിൻ്റെ സത്യം മനുഷ്യൻ വ്യാജമാക്കി. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു സത്യമുണ്ട്. അപ്പോൾ ആ സത്യം എന്താണെന്ന് അറിയണം. ദൈവം തേക്കാൾ സൃഷ്ടിച്ചതിനാണ് മനുഷ്യനിപ്പോൾ ദൈവമാക്കി വെച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ സൃഷ്ടികളെ മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി, മനസ്സിലായത്. അപ്പോൾ ദൈവ അക്ഷയനാണ്, തേജോമയനാണ്. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. പാപം ചെയ്തപ്പോൾ തേജസ് പോയി, ക്ഷയമുള്ളവനായി മാറി, സ്വരൂപം പോയി. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ദൈവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഈ വേദപുസ്തകത്തിൽ എത്ര ദൈവങ്ങളെക്കുറിച്ച് പറയുന്നു എന്ന്. അല്ല, ദൈവത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ഡൗട്ടൊന്നുമില്ല. ദൈവങ്ങളെ അറിയണം. അതെ, അതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് ഡൗട്ടൊന്നുമില്ല. ഇപ്പം ഐഡിയ ഓഫ് ഗോഡ് എന്ന് പറയുന്നതിനകത്ത് എനിക്ക് ഡൗട്ടില്ല. പക്ഷേ എനിക്കുള്ള മേജർ ഡൗട്ട് എന്ന് പറയുന്നത്, ഇപ്പം സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് റിലീജിയൻ അകത്ത് വരുന്ന ഒരു കാര്യമായിട്ട് കാണാതെ നമ്മൾ റിലീജിയൻ്റെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ പേഴ്സണലി, ഇപ്പോൾ സാറിനെ സംബന്ധിച്ചിടത്തോളം സാറിന് പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ട് ദൈവമായിട്ട്, ഹോളി സ്പിരിറ്റുമായിട്ടുണ്ട്, ഈശ്വർത്താവുമായിട്ടുണ്ട്. അത് സാറിനെ തീർച്ചയായിട്ടും ഗൈഡ് ചെയ്യും. പക്ഷേ സാറിന്
അറിഞ്ഞോ അറിയാതെയോ റിലീജിയൻ്റേതായിട്ടുള്ളൊരു ഫൗണ്ടേഷൻ സാറിനുണ്ട്. സാറ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഫാദറിൽ നിന്ന് കിട്ടിയതാണെങ്കിലും ഓൾറെഡി പഠിച്ചതാണെങ്കിലും ചർച്ചിൽ നിന്ന് കേട്ടതാണെങ്കിലും പല ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തതാണെങ്കിലും ബുക്കുകളിൽ നിന്ന് വായിച്ചാണെങ്കിലും സാർ അറിഞ്ഞോ അറിയാതെയോ റിലീജിയൻ്റേതായിട്ടുള്ളൊരു ഫ്രെയിം വർക്കുണ്ട്, ഒരു മോറൽ വാല്യൂ ഉണ്ട്, പിന്നെ ജുഡിയോ ക്രിസ്ത്യൻ വാല്യൂ ഉണ്ട്, ബിബ്ലിക്കൽ ടീച്ചിങ്സ് ഓറിയൻറ്റഡ് ആയിട്ടാണ് സാർ കണ്ടക്ട് ചെയ്തു പോകുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്പിരിച്വാലിറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഇന്നത്തെ പ്രത്യേകിച്ച് ഇൻഫർമേഷൻ ഇത്രയും ഓവർലി ഫ്ലഡഡ് ആയിട്ടുള്ളൊരു സാഹചര്യത്തിൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള സെർച്ച് ഫോർ മീനിങ് ആൻഡ് പർപ്പസ് എന്നുള്ളതാണ്. അപ്പം നമ്മൾ എപ്പോഴൊക്കെ ആത്മീയത എന്നുള്ള സാറ് ദുരുദ്ദേശത്തിൽ പറയുന്നൊന്നുമല്ല, സാറ് നല്ല ഉദ്ദേശത്തിലാണ് പറയുന്നത്. പക്ഷേ സ്പിരിച്വാലിറ്റി എന്നുള്ള രീതിയിൽ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മളത് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ അത് സെക്യുലർ ഹ്യൂമനിസത്തിലേക്കാണ് സബ്സിക്വൻ്റ്ലി ചെന്നെത്തുക. അല്ല, ഈ ട്രൂ സ്പിരിച്വാലിറ്റി ഉണ്ട്. ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം ശരിയായ സ്പിരിച്വാലിറ്റി എന്ന് പറയാൻ പറ്റില്ല. അവിടെയാണ് പ്രശ്നം. അതാണ് ഞാൻ ദൈവങ്ങളെ കുറിച്ച് പറഞ്ഞത്. ഇപ്പം നമ്മൾ ക്രിസ്ത്യൻ്റെ ബേസിലാണല്ലോ നമ്മൾ സംസാരിക്കുക. ക്രിസ്ത്യൻ റിലീജിയൻ എന്നുള്ളതിൻ്റെ ബേസിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ക്രിസ്ത്യൻ റിലീജിയൻ്റെ ബേസിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഏകദൈവ വിശ്വാസികളാണ് ക്രിസ്ത്യാനികളെല്ലാവരും. ജീസസ് ഉണ്ട്, ബൈബിളുണ്ട്, പിന്നെ അത് തന്നെയാണ് സെൻട്രൽ ഐഡിയ ഓഫ് ക്രിസ്ത്യൻ റിലീജിയൻ എന്ന് പറയുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് ഡിസ്പ്യൂട്ടില്ല, അതില്ല. പക്ഷേ മറ്റതും വേദോസ്തം എല്ലാം പൊളിച്ചാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഗലാത്യ സഭയിലെ വിശ്വാസികൾക്ക് പൗലോസ് എഴുതുമ്പോൾ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവയ്ക്ക് അടിമപ്പെട്ടിരുന്നു എന്നവിടെ ഇരിക്കുക. അതിലെന്താ ഉദ്ദേശിച്ചത് എന്നുവെച്ചാൽ അവർ ഏതോ പവറിൽ അവരെ വിശ്വസിച്ചു. പക്ഷേ ഇപ്പം ഒരു ജനറലി ഫിലോസഫിക്കലി സ്പീക്കിംഗ് ഐഡിയ ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ദർ ഇസ് എ ബിഗ് ഡാഡി വാച്ചിങ് ഓവർ ദ സ്കൈ എന്നുള്ളതാണ്. സിംപിളി നമ്മളൊരു ലെയ്മാൻ ലാംഗ്വേജ് പറയുകയാണ്. ഇപ്പം ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ട് പല രീതിയിൽ അതിനെ ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ജെനസിസ് തൊട്ട് മലാക്കി വരെയും പിന്നെ മാത്യു തൊട്ട് റെവലേഷൻ വരെയും. ആ ഒരു ഐഡിയക്കകത്ത് എനിക്ക് പ്രത്യേകിച്ച് ഡൗട്ടൊന്നുമില്ല, അല്ലെങ്കിൽ ആ ഒരു ഐഡിയക്കകത്ത് ഡിസ്പ്യൂട്ട് സാറിന് അതില്ലെന്ന് പറഞ്ഞാലും മറ്റുള്ളവരാകെ ഇപ്പോൾ കൺഫ്യൂസ്ഡ് അല്ല. ഇപ്പം ഒരു ഈ ഗോഡ് എന്ന് പറയുന്നത് ദർ ഇസ് എ ബിഗ് ഡാഡി വാച്ചിങ് ഓവർ ദ സ്കൈ എന്നുള്ളത് യൂണിവേഴ്സലി ജനറലി ആൾക്കാർ ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന് ഏത് പാത്ത് സെലക്ട് ചെയ്യണമെന്നുള്ളതാണ് പലപ്പോഴും പ്രോബ്ലം ആയിട്ട് വരുന്നത്. ആ പാത്തിൻ്റെ കാര്യത്തിലാണ് നമ്മൾ റിലീജിയൻ എന്ന് പറയുന്ന പല റിലീജിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുന്നത്. അതിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ക്രിസ്ത്യൻ റിലീജിയൻ്റെ കാര്യമാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പോകുമ്പോൾ എങ്ങനെയാണ് സാർ അതിനകത്ത് ഈ സ്പിരിച്വാലിറ്റി ഇതിൽ നിന്ന് പുറത്ത് വരുന്നത് കൊണ്ടൊരു സിഗ്നിഫിക്കൻസ് കാണുന്നത്? പറഞ്ഞ പോയിന്റ് ഞാൻ ആക്ച്വലി എൻ്റെ ബേസിക്ക് ബൈബിളായതുകൊണ്ട് അപ്പോൾ അവിടുത്തെ ടീച്ചിങ്സ് ആണ് ഞാൻ അല്ല അപ്പം തന്നെ അതൊരു റിലീജിയൻ്റെ ഭാഗം തന്നെ. പക്ഷേ അവിടെ പറഞ്ഞിരിക്കുന്നത് ജാതികളുടെ വഴി എന്ന് വെച്ച് പറഞ്ഞ് ജാതികളുടെ വഴി നീ പഠിക്കരുത്. അപ്പം അങ്ങനെ ഒരു വഴിയുണ്ട്, ദൈവത്തിൻ്റെ വഴിയുണ്ട്. പുതിയ നിയമത്തിൽ വരുമ്പോൾ കർത്താവ് അവിടെയും വഴിയാണ് ആദ്യം പറയുന്നത്. അത് കുറെ കൂടെ ഡീപ്പായിട്ട് നോക്കുമ്പം ദൈവം തന്നിരിക്കുന്ന, ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ എങ്ങനെ ലൈഫ് കണ്ടക്ട് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് ചെയ്യുമ്പോഴാണല്ലോ ആക്ച്വലി നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സർവൻസ് ആയിട്ട് മാറുന്നത്. അതും അങ്ങനെ ചെയ്യാത്തവരും, ഇപ്പം ഫിലോസഫിക്കലി സ്പീക്കിംഗ് മോറൽ ലൈഫ് കണ്ടക്ട് ചെയ്യുന്നവരും അൺഎത്തിക്കലായിട്ട് അല്ലെങ്കിൽ ഇമ്മോറലായിട്ട് ലൈഫ് കണ്ടക്ട് ചെയ്യുന്നവരും. അല്ല, സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ നല്ലവരായി ജീവിക്കുന്നതല്ല. അല്ല, സ്പിരിച്വാലിറ്റി അതല്ല. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ബൈ ഡെഫിനിഷൻ പേഴ്സണലായിട്ടുള്ള ഒരു സെർച്ച് ഫോർ മീനിങ് ഇൻ ലൈഫാണ്. അതിന് ഒരു രീതിയിലുമുള്ള ഫ്രെയിം വർക്ക് ഇല്ല എന്നുള്ളതാണ്. ഇപ്പം ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി എന്ന് പറയുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ റിലീജിയൻ്റെ അകത്ത് വരുന്ന ഒരു സബ്സെറ്റായിട്ട് മാറുകയാണ്. അതായത് നമ്മൾ യേശു കർത്താവിനെയും ബൈബിളിനെയും ഈ സ്പിരിച്വാലിറ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ റിലീജിയൻ്റെ ആ എന്താ പറയുക സർക്കിളിനകത്തുള്ള ഒരു സബ്സെറ്റായിട്ട് സ്പിരിച്വാലിറ്റി മാറുകയാണ്. അത് മോശമാണെന്നല്ല ഞാൻ പറയുമ്പോഴും അന്ന് യേശുവിൻ്റെ കാലത്തൊരു റിലീജിയൻ നിലവിലുണ്ട്, നമുക്കറിയാം, യഹൂദമതം. അതെ, ദൈവം കൊടുത്ത മതം തന്നെ നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷെ അതിന് വന്ന പാളിച്ച, ആ പാളിച്ച തിരുത്താനാണ് ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിൽ വരുന്നത്. അന്നത്തെ മത നേതാക്കന്മാരെ നോക്കി യേശു കർത്താവ് പറഞ്ഞതെല്ലാം കപടഭക്തിക്കാരെയാണ്. യേശു ഒരിക്കലും ഭാവികളെ കയ്യോ കഷ്ടമെന്ന് പറഞ്ഞില്ല, കാരണം അവ അഭിനയിക്കുന്നില്ല.
പക്ഷേ അഭിനയിക്കുന്ന ഒരു കൂട്ടമാണ് ഈ മതത്തിൻ്റെ നേതാക്കൾ. അവിടെ കംപ്ലീറ്റ് അഭിനയമാണ്. അത് എനിക്ക് ആ പോയിന്റിനോട് എനിക്ക് യോജിപ്പാണ് ആക്ച്വലി. അതായത് നമ്മൾ ഐഡിയ ഓഫ് റിലീജിയനും റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ലീഡേഴ്സിനെയും സെപ്പറേറ്റ് ആയിട്ട് കാണണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം ഈ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസും റിലീജിയസ് ലീഡേഴ്സും കറക്റ്റാണ്. പക്ഷേ ഐഡിയ ഓഫ് റിലീജിയൻ എന്ന് പറയുന്നത് ആൾക്കാരെ കുറേ കൂടെ എഡിഫൈ ചെയ്യുകയും ബെറ്റർ ആക്കുകയും കുറേ കൂടെ സ്ട്രക്ചേർഡ് ആയിട്ട് ഈ ലോകത്ത് ലൈഫ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇക്വിപ്പാക്കുകയും ചെയ്യുകയാണ്. ഇപ്പം ഒരുപാട് ഇൻ്റർനാഷണൽ പഠനങ്ങളിൽ കണ്ടെത്തിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം ഈ റെഗുലറായിട്ട് ചർച്ച് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ ആയുർദൈർഘ്യം കൂടുന്നതായിട്ടാണ്. അതുപോലെ റെഗുലറായിട്ട് ചർച്ച് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ മാനസികാരോഗ്യം, ആങ്സൈറ്റി, ഡിപ്രഷൻ ഒക്കെ കുറവായിട്ടാണ്. അപ്പോൾ അതിനൊരു പ്രധാനപ്പെട്ട റീസണായിട്ട് അവർ തന്നെ പറയുന്നത്, ഒന്ന് ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഫ്രെയിം വർക്ക് ഉണ്ട് അവർക്കൊരു ലൈഫിനൊരു മീനിങ്ങും പർപ്പസും കണ്ടെത്താൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല ഒരു കമ്മ്യൂണിറ്റി. ഇപ്പം ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ആസ്പെക്റ്റ് ഒരിക്കലും സ്പിരിച്വാലിറ്റിയിലില്ല. നമ്മുടെ ഒരു പേഴ്സണൽ എൻഡോവർ ആണ്. അപ്പോൾ അതൊരു ഭയങ്കര പ്രോബ്ലമാണ്. സ്പിരിച്വാലിറ്റിയിൽ ആക്ച്വലി ഫെലോഷിപ്പ് ഉണ്ട്. ഇല്ല സാർ, ആക്ച്വലി അത് നമ്മൾ ബൈ ഡെഫിനിഷൻ നോക്കുമ്പോൾ നമ്മൾ സ്പിരിച്വാലിറ്റി എന്നുള്ള മാത്രം ടേം യൂസ് ചെയ്യുന്ന സമയത്ത് ഉള്ളൊരു പ്രധാനപ്പെട്ട പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ റിലീജിയൻ്റെ പല ഐഡിയയും ഇതിനകത്തേക്ക് എടുക്കുകയാണ്. നമ്മൾ ബെയർ ഡെഫിനിഷൻ സ്പിരിച്വാലിറ്റിയുടെ നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിറ്റി ഇല്ല. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല. ഫെലോഷിപ്പ് ഇല്ല, കൂട്ടായ്മയില്ല. ഒരു കൂട്ടായ്മ ഇല്ലാത്ത കാരണം സഭയെന്ന് പറയുന്നത് കൂട്ടായ്മയാണല്ലോ. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് റിലീജിയസ്ലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്പിരിച്വാലിറ്റി ആയി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. മനുഷ്യൻ മാറ്റി, അങ്ങനെ പറ്റുള്ളൂ എന്നാണ് പ്രായോഗികമായിട്ട് മനുഷ്യൻ മാറ്റി. ഞാനും ബേസിക് നീഡായിട്ട് മനുഷ്യനുള്ള ആത്യന്താപേക്ഷികമായ ആവശ്യം മതമല്ല, ജീവൻ എന്നുള്ളതാണ് എൻ്റെ ശക്തമായ നിലപാട് വേദോസ്തത്തിലൂടെ. കാരണം യേശു കർത്താവ് വന്നത് ജീവൻ നൽകാനാണ്. അപ്പോൾ ആ കാര്യം പറഞ്ഞപ്പോൾ അന്നത്തെ യേശുവിനെ കേട്ട യഹൂദ നേതൃത്വം യേശുവിനെ കളിയാക്കുക മാത്രമല്ല, നിനക്ക് ഭ്രാന്തുണ്ടെന്നാണ് പറഞ്ഞത്. നീ ഭൂതഗ്രസ്തൻ, അവന് ഭ്രാന്തുണ്ട്, അവൻ ഭൂതഗ്രസ്തനാണ്, അവൻ പറയുന്നൊന്നും കേൾക്കരുത്. അപ്പോൾ അന്ന് യേശു പറഞ്ഞ ജീവനെക്കുറിച്ച് അവർക്ക് മനസ്സിലായില്ല. പക്ഷെ യോഹന്നാൻ തൻ്റെ സുവിശേഷം എഴുതി അവസാനിപ്പിക്കുമ്പോൾ പറയുകയാണ്, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ അനേകം അടയാളങ്ങൾ അത്ഭുതങ്ങളും യേശു ചെയ്തിട്ടുണ്ട്. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇന്ന് എല്ലാവർക്കും വിശ്വാസമുണ്ട്, ജീവനുണ്ടോ എന്നുള്ളതാണ് വിഷയം. അവിടെ ജീവൻ എന്ന് പറയുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എറ്റേണൽ ലൈഫാണ്. ആക്ച്വലി എറ്റേണൽ ലൈഫും അല്ല. എറ്റേണൽ ലൈഫ് എന്ന് പറയാം, പക്ഷേ പാപത്തിൻ്റെ ശമ്പളം എന്തായിരുന്നു? മരണമാണ്, അല്ലേ? അപ്പോൾ പാപത്തിൻ്റെ ശമ്പളം മരണം. ദൈവത്തിൻ്റെ കൃപ വരുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു നിത്യജീവൻ. അപ്പോൾ യേശു വന്നത് പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിൽ നിന്നും രക്ഷിക്കാനാണ്. എന്ന് വെച്ചാൽ ജീവൻ തരാനാണ് വന്നത്. അപ്പോൾ ആ ഭാഗം ക്ലിയർ ആകണം. ഇപ്പോൾ പത്രോസ് പറയുകയാണ് മറ്റൊരുത്തനിലും രക്ഷയില്ല എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ കോട്ടക്സിൽ പറഞ്ഞാൽ അത് എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല. കാരണം ആളുകൾ പലതിലും രക്ഷപ്പെട്ടുകൊണ്ടിരിക്കും. അല്ല, അവിടെയാണ് ആക്ച്വലി ഈ രക്ഷ എന്ന് പറയുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിലുള്ള രക്ഷ, ബൈബിൾ പറയുന്ന ഒരു രക്ഷ എന്ന് പറയുന്നത് എറ്റേണൽ ലൈഫാണ്. ഇപ്പം നമ്മളെ ലൈഫ് എന്ന് പറയുന്നത്, ജീവൻ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ തീരുന്നതല്ലല്ലോ ആക്ച്വലി. പക്ഷെ അതിനു മുമ്പ് ഒരു ഇതുണ്ട്, ആത്മരക്ഷ. ആത്മരക്ഷ എന്നൊരു പദമുണ്ട്, ആത്മരക്ഷ. അതിൽ നമ്മൾ ഈ സാൽവേഷൻ അല്ലെങ്കിൽ റിപ്പൻറ്റൻസ് എന്നൊക്കെ പറയുന്ന കാര്യം. അപ്പോൾ അത് എവിടെയാണ് സംഭവിക്കേണ്ടതെന്നുള്ളത് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ മനുഷ്യൻ ആരാണ്, മനുഷ്യൻ എന്തെല്ലാം ഉണ്ട്, എന്തെല്ലാം ചേർന്നതാണ് മനുഷ്യനെന്ന് വേദപുസ്തകം പറയുന്നു. അത് ചിന്തിക്കാറില്ല. നമുക്ക് ശരീരത്തെക്കുറിച്ചും മനസ്സിനെക്കുറിച്ചും മാത്രമേ നമ്മൾ കൂടുതൽ ബോധവാന്മാരാകുന്നു, അല്ലേ? ഒരാളടുത്ത് പോലും സുഖമായിരിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്ത് പറയാൻ? ശരീരത്തിന് നല്ല സുഖമില്ല, മനസ്സിനും സമാധാനം, അവിടെ കൊണ്ട് തീർന്നു. ഇതിൻ്റെ ആത്മാവ് എങ്ങനെ ഇരിക്കുന്നു? ഒരു ഐഡിയ ഇല്ല. ഇപ്പോൾ വേദപുസ്തകം പറയുന്നത്, പ്രിയനെ, നിൻ്റെ ആത്മാവ് സുഖമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും സുഖമായിരിക്കണം. അപ്പോൾ നമ്മൾ ആരാണെന്നും എന്ന് വെളിപ്പെടുത്തി തന്നത് നമ്മെ സൃഷ്ടിച്ചവനാണ്. ഇപ്പോൾ ദൈവത്തെ സ്നേഹിക്കണം, തമ്മിൽ സ്നേഹിക്കണം, ഇത് രണ്ടുമാണ് കൽപ്പന. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു.
പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടുകൂടി സ്നേഹിക്കണം. അപ്പോൾ മനസ്സ്, ഹൃദയം, ആത്മാവ്, ശരീരം, കുറഞ്ഞ പക്ഷേ ഇത്രയും ചേർന്നാണ് ഒരു മനുഷ്യൻ. അപ്പോൾ ഇന്ന് മനുഷ്യൻ ശരീരത്തെക്കുറിച്ചും മനസ്സിനെ കുറിച്ചുമാണ് വളരെ ആകുല ചിന്ത. ശരീരത്തിനൊരു പ്രയാസം വന്നാൽ മനസ്സാകെ അസ്വസ്ഥപ്പെടും, മനസ്സിനൊരു പ്രയാസം വന്നാൽ ശരീരം അസ്വസ്ഥപ്പെടും. പക്ഷേ എന്താണ് ഈ ഹൃദയം, എന്താണ് ഈ ആത്മാവ്, അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കുന്നവർ വളരെ ചുരുക്കമാണ്. ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ഉണ്ട്. പക്ഷെ അത് അങ്ങനെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ രണ്ട് രീതിയിലാണ് നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റുക. ഒന്ന്, ഓരോരുത്തരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറഞ്ഞു കൊടുക്കാം. രണ്ട്, ഏതെങ്കിലും ഒരു ഫ്രെയിം വർക്കിൻ്റെ ബേസിൽ പറഞ്ഞു കൊടുക്കും. ഇപ്പം നമ്മളെല്ലാവരും ക്രിസ്ത്യൻസ്, എല്ലാവരും ക്രിസ്തീയ വിശ്വാസത്തിലുള്ള എല്ലാ ആൾക്കാരും ബൈബിൾ ബേസ്ഡ് ആയിട്ടാണ് അത് പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ ഒരു അന്വേഷണം ബൈബിളിൻ്റെ ബേസിലാവുമ്പം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് റിലീജിയൻ്റെ ഭാഗമാകുന്നില്ല എന്നുള്ളത്. റിലീജിയൻ്റെ ഭാഗമായിരിക്കും. പക്ഷേ നമുക്ക് ഫ്രീഡം ഫ്രം റിലീജിയൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി യങ്ങർ ജനറേഷനെ ഒരു എന്താ പറയുക, അൺസർട്ടൺ ആയിട്ടുള്ളൊരു സ്പേസിലേക്ക് അവരെ കൊണ്ട് എത്തിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ക്രിസ്ത്യാനിറ്റിയുടെ പുറത്തേക്ക് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ആക്ച്വലി ബൈബിളിൽ നിന്ന് ജീസസിൽ നിന്നും പുറത്തേക്ക് വരുന്നു എന്നുള്ള ആശയത്തിൽ ക്രിസ്ത്യാനിറ്റി റിലീജിയൻ അല്ല, അത് റിലീജിയനാക്കി മാറ്റിയതാണ്. പക്ഷെ ആ ഡെഫിനിഷൻ പ്രകാരം അങ്ങനെയാണ്. നമ്മൾ ഡെഫിനിഷൻ ആരുണ്ടാക്കിയത്? എല്ലാ മനുഷ്യരാണല്ലോ ആക്ച്വലി, എല്ലാം നമ്മുടെ മനുഷ്യർ പെർസ്യൂ ചെയ്യുന്ന കാര്യം. അവിടെയാണ് പ്രശ്നം. അപ്പോൾ ഇത് ആരാണ് ഉണ്ടാക്കിയത്? ഇപ്പോൾ AD 313 വരെ ക്രിസ്ത്യൻ റിലീജിയനില്ലായിരുന്നു. അവരൊരു മാർഗ്ഗക്കാരെന്നാണ് തിരുവേദി പോലും പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തിയുള്ള മാർഗ്ഗക്കാർ അവരൊരു ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായിരുന്നു. അല്ല ഒരു മതത്തിൻ്റെ ആൾക്കാരായിട്ടല്ല, ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നു. ഇപ്പം അതിൻ്റെ ആശയമെല്ലാം എപ്പോഴും സെയിം ആണല്ലോ സാർ. ഇപ്പം മതം എന്ന് പറയുന്നത് ഒരു മാർഗം ആയിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു എറ്റേണൽ ആയിട്ടുള്ള ഒരു സംഭവത്തിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള. മതത്തിൽ എപ്പോഴും കുറേ ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. ഇപ്പൊ ക്രിസ്ത്യൻ റിലീജിയനിലെ എന്താണ്? ക്രിസ്ത്യൻ റിലീജിയനിലെ ആചാരാനുഷ്ഠാനങ്ങൾ കാണാം, പക്ഷേ ക്രിസ്തു മാർഗത്തിൽ കമാൻഡ്സേ ഉള്ളൂ. ഏതാണ് ആചാരാനുഷ്ഠാനങ്ങളായിട്ട് സാറിൻ്റെ, അതായത് ക്രിസ്ത്യൻ റിലീജിയനിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ നമുക്കത്ര സിഗ്നിഫിക്കൻ്റ് അല്ല, അല്ലെങ്കിൽ നമുക്കത്രയും എഫിഷ്യൻ്റ് അല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ? എഫിഷ്യൻ്റ് അല്ലാതാക്കി തീർത്തതാണ്. ഇപ്പോൾ ഒന്നാമത് സ്നാനം, രണ്ടാമത് തിരുവത്താഴ്. അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് കമാൻഡ്സാണ്. ഇപ്പോൾ ആദിമ സഭയ്ക്ക് ഇതൊന്നും അന്നത്തെ പള്ളികളിലോ ദേവാലയത്തിലോ ചെയ്യാനായിട്ട് അനുവാദമില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ആത്മീയത എന്ന് നമ്മൾ പറയുമ്പം ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ഐഡിയ ആണ് ആക്ച്വലി ആത്മീയത എന്ന് പറയുന്നത്. അതെ, ഇത് വേണ്ട, ഈ സ്നാനവും വേണ്ട, തിരുവത്താഴവും വേണ്ട, ഒന്നും പേഴ്സണലാണല്ലോ. അതുകൊണ്ട് ഇത് വേണ്ട എന്നാ പറയുന്നത്. ആര് പറഞ്ഞു? ഈ ആത്മീയത യഥാർത്ഥത്തിൽ ബൈ ഡെഫിനിഷൻ, അല്ലെങ്കിൽ ആത്മീയത എന്ന് പറയുന്ന വേർഡ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന അർത്ഥം എന്ന് പറയുന്നത് ഈ പറയുന്ന റിലീജിയൻ പറയുന്ന ഈ കാര്യങ്ങളൊന്നും ഫോളോ ചെയ്തില്ലെങ്കിലും എനിക്ക് ആത്മീയമായിട്ട് മുന്നോട്ട് പോകാമെന്നുള്ളതാണ്. റിലീജിയൻ പറയുന്നത് വേറെ, യേശു ക്രിസ്തു പറയുന്നത് വേറെ. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് രണ്ടും ഓവർലാപ്പ് ചെയ്താണ് സാർ നിൽക്കുന്നത്. ഓവർലാപ്പ് ചെയ്താണ് നിൽക്കുന്നത്. അവിടെയാണ് ആളുകൾ കുഴഞ്ഞു കിടക്കുന്നത്. ഇപ്പോൾ പഴയ നിയമവും ഇപ്പോൾ ക്രിസ്ത്യാനിറ്റി നോക്കുമ്പോൾ പഴയ നിയമവും പുതിയ നിയമവും കൂടെ ഓവർലാപ്പ് ചെയ്യുകയാണ്. എന്നാൽ യേശു കർത്താവ് വന്നത് പഴയതിനെ ക്ലോസ് ചെയ്യാനാണ്. അല്ല, അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട്. അതിനെ പൂർത്തീകരിച്ച് ക്ലോസ് ചെയ്തില്ലല്ലോ സാർ. ആക്ച്വലി നമ്മൾ റോമർക്ക് ലേഖനം 10-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ വിശ്വസിക്കുന്നവർക്ക് നീതി ലഭിക്കേണ്ടതിന് ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാകുന്നു. അതെന്ത് മീനിങ്ങിലാണ് പറഞ്ഞിരിക്കുന്നത്? ന്യായപ്രമാണം ക്ലോസ് ചെയ്തു. അപ്പോൾ ന്യായപ്രമാണത്തിന് മുമ്പേ നീതിമാന്മാരുണ്ടായിരുന്നു. അബ്രഹാം നീതിമാനായിരുന്നു, ലോത്ത് നീതിമാനായിരുന്നു, നോഹ നീതിമാനായിരുന്നു, ഇയ്യോബ് നീതിമാനായിരുന്നു. കാരണം അവരെല്ലാം ദൈവത്തെ വിശ്വസിച്ച് പ്രവർത്തിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ചു, ദൈവത്തെ വിശ്വസിച്ചു. ന്യായപ്രമാണം വന്നു കഴിഞ്ഞപ്പോൾ നീതിമാന്മാരാരുമില്ല, ആർക്കും ന്യായപ്രമാണം അനുസരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെയാണ് ന്യായപ്രമാണം യേശു കർത്താവ് തൻ്റെ ശരീരയാഗത്തിലൂടെ നിവൃത്തീകരിച്ചത്. ഇനി യേശുവിനെ വിശ്വസിച്ചാൽ മതി. നിവർത്തീകരിക്കുക എന്ന് പറയുന്നതും
ക്ലോസ് ചെയ്യുക എന്ന് പറയുന്നത് ആക്ച്വലി രണ്ട് മീനിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആക്ച്വലി നിവർത്തീകരിക്കുക, അതായത് അത് കുറെ കൂടെ പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ യേശു കർത്താവ് പറഞ്ഞത് പോലും ഇന്നത്തെ ജനറേഷൻ മനസ്സിലാക്കിയതുപോലെ ഫസ്റ്റ് സെഞ്ചുറിയിലെ ആൾക്കാർ മനസ്സിലാക്കിയിട്ടില്ല. കാരണം അതിൻ്റെ ഒരു ഫ്ലവറിങ് ആണ് ആക്ച്വലി. യേശു കർത്താവ് എന്ന് പറഞ്ഞാൽ കുറെ കൂടെ പൂത്ത് പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ് ആക്ച്വലി. അപ്പോൾ അത് കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ടാണ് ഇന്നത്തെ ജനറേഷൻ അത് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഇത് ഇപ്പം ഈ ലാസ്റ്റ് സെഞ്ചുറിയിലെ ജനറേഷൻസ് അത് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ലാസ്റ്റ് 500 ഇയേഴ്സിലെ ആൾക്കാരത് മനസ്സിലാക്കില്ല. അവിടെ നിന്നാണല്ലോ ഈ പ്രൊട്ടസ്റ്റന്റ് മൂവ്മെന്റ് വന്നത്. ഈ ലോകം മുഴുവനും ഈ ഒരു എന്താ പറയുക, ഒരു ഗോഡിൻ്റെ ആവശ്യം ഉണ്ട് എന്നുള്ള ഐഡിയ തന്നെ ലോകം മുഴുവനും സ്പ്രെഡ് ചെയ്യപ്പെട്ടതും, അല്ലെങ്കിൽ ദർ ഇസ് എ ബിഗ് ഡാഡി വാച്ചിങ് ഓവർ ദ സ്കൈ എന്ന് പറയുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഐഡിയ ലോകം മുഴുവനും എത്തിയത് പ്രൊട്ടസ്റ്റന്റ് മൂവ്മെന്റിന് ശേഷമാണ്. അപ്പോൾ അന്നത്തെക്കാളും ജീസസ് ക്രൈസ്റ്റ് ഇന്ന് കൂടുതൽ വ്യക്തമാണ്, അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ പ്രകടമാണ് എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ, ഇപ്പോൾ അന്ന് യേശു കർത്താവിനെ തള്ളിപ്പറഞ്ഞ യഹൂദന്മാരാണെങ്കിൽ പോലും അവർക്ക് പ്രോപ്പറായിട്ട് ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് തെറ്റാണെങ്കിൽ സാറിന് കറക്റ്റ് ചെയ്യാം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ, അവർ കാത്തിരുന്നത് ഒരു രാജാവിനെയാണ്. അതെ, അതായത് യേശു കർത്താവിൻ്റെ വരവ്, അതായത് ഫസ്റ്റിൽ യേശു കർത്താവ് വന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ പറയുകയാണ്, ഫസ്റ്റ് യേശു കർത്താവ് വന്നപ്പോൾ യേശു കർത്താവിനെ കുറിച്ച്, അതായത് ഒരു മശിഹ വരുമെന്നുള്ളതായിരുന്നു പ്രവചനം. അപ്പോൾ ഈ മശിഹയുടെ എല്ലാ ക്വാളിറ്റിയും യേശു കർത്താവിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജ്യൂസ് യേശു കർത്താവ് ആണെന്ന് വിശ്വസിക്കാത്തത്. ഞാൻ പറഞ്ഞു തരട്ടെ സാർ, പറഞ്ഞു തരട്ടെ. അപ്പം അതുകൊണ്ടാണ് ജ്യൂസ് യേശു കർത്താവ് ആണ് എന്ന് വിശ്വസിക്കാത്തത്. അതായത് എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും യേശു കർത്താവിൽ ഉണ്ടായിരുന്നില്ല. അപ്പം യേശു കർത്താവ്, നമ്മുടെ വിശ്വാസപ്രകാരം യേശു കർത്താവ് വന്നു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗ്ഗാരോഹണം ചെയ്തു പോയി. അപ്പോൾ ഈ നമ്മൾ വിശ്വസിക്കുന്ന യേശു കർത്താവ് വീണ്ടും വരും എന്നുള്ളതാണ്, സെക്കൻഡ് കമ്മിങ്. അപ്പം ഈ ജ്യൂസ് ഇപ്പോഴും വിശ്വസിക്കുന്നത് യേശു കർത്താവ് വന്നിട്ടില്ല, അല്ലെങ്കിൽ മശിഹ വന്നിട്ടില്ല, മശിഹ വരും എന്നുള്ളതാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന സെക്കൻഡ് കമ്മിങ് എന്ന് പറയുന്നത് ജ്യൂസിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് കമ്മിങ് ആണ്. അപ്പോൾ ഇതെല്ലാം മീറ്റ് ചെയ്യുന്നൊരു പോയിന്റിലേക്ക് വരികയാണ് ആക്ച്വലി. അപ്പം ഞാൻ പറയാൻ വന്ന പോയിന്റ് എന്ന് പറയുന്നത്, യേശു കർത്താവ് എന്ന് പറയുന്നത് ഫസ്റ്റ് സെഞ്ചുറിയിൽ, അല്ലെങ്കിൽ അന്ന് ഇസ്രായേൽ, അല്ലെങ്കിൽ അന്നത്തെ ജിയോഗ്രഫിക് ലൊക്കേഷനിൽ താമസിച്ചിരുന്ന ആൾക്കാർ മനസ്സിലാക്കിയതിനേക്കാൾ വളരെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടാണ് യേശു കർത്താവിനെ ഇന്നത്തെ ജനറേഷൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അന്നത്തെ ജനറേഷൻ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പോഴും ഉള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മൾ ഗൈഡ് ചെയ്യുമ്പോൾ, നമ്മൾ മറ്റുള്ളവരെ ഗൈഡ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്തില്ലെങ്കിൽ അവർ ഈ പറഞ്ഞ ഒരു വഴി മാറിപ്പോയാൽ തന്നെ ആ ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്താതായി പോകും എന്നുള്ളതാണ്. അപ്പം ഈ ആത്മീയത മാത്രം, ഞാൻ എപ്പോഴും അണ്ടർലൈൻ ചെയ്ത് പറയുന്നത്, റിലീജിയൻ, സ്പിരിച്വാലിറ്റി വിത്തൗട്ട് റിലീജിയൻ എന്ന് പറയുന്ന ഒരു സ്പേസിൽ നമ്മൾ ദൈവത്തെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ എപ്പോഴും ഈ ഫ്രെയിം വർക്ക്, അല്ലെങ്കിൽ ആ ഒരു പാത്തിനെ നമ്മൾ വിട്ടിട്ടാണ് അത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ, സാറ് നല്ല ഇൻറ്റൻഷനിലാണ് ചെയ്യുന്നത്. പക്ഷെ ആ പേഴ്സണലായിട്ടുള്ള ബന്ധത്തിനെ നമ്മൾ വേറൊരാളെടുത്ത് പേഴ്സണലായിട്ട് പറയുമ്പോൾ അതേ വേവ് ലെന്തിൽ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അവർക്കൊരു ഫ്രെയിം വർക്ക് അത്യാവശ്യമാണ്. ഇപ്പം ബൈബിള് നമുക്കൊരു ഫ്രെയിം വർക്ക് കൊടുക്കാൻ പറ്റിയ ടെക്സ്റ്റാണ്. യേശു കർത്താവിൻ്റെ ലൈഫും ടീച്ചിങ്സും നമുക്ക് ഫ്രെയിം വർക്ക് കൊടുക്കാൻ പറ്റിയ എക്സാമ്പിളാണ്. അത് തന്നെയാണ് ആക്ച്വലി റിലീജിയസ് ഐഡിയ എന്ന് പറയുന്നത്. പിന്നെ ഈ റിലീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നു, അതായത് ഇപ്പം ചർച്ചുകൾ സ്ഥാപനവൽക്കരിക്കപ്പെട്ടതിൻ്റെ ഫലമായിട്ട് പല സന്ദർഭങ്ങളിലും മനുഷ്യൻ ഈ റിലീജിയസ് ആയിട്ടുള്ള ഐഡിയ ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ഈ കറപ്ഷനും ഹിപ്പോക്രസിയും വന്നത്. അപ്പോൾ അതിനുശേഷമാണ് ആക്ച്വലി സാറ് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കാപഠ്യം ഈ റിലീജിയനകത്ത് വന്നത്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഈ സ്പിരിച്വാലിറ്റിയെ മാത്രം നമ്മൾ അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് കാണുന്നതിനേക്കാൾ നല്ലത് റിലീജിയനെയും റിലീജിയസ് സ്ഥാപനങ്ങളെയും റിലീജിയസ് ലീഡേഴ്സിനെയും സെപ്പറേറ്റ് ചെയ്ത് കാണുമ്പോൾ, കാരണം റിലീജിയൻ വളരെ നെസസറി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ഞാൻ എല്ലാ ഇതിലും പറയുന്ന ഒരു കാര്യമാണ്. ആക്ച്വലി ഞാൻ ഒരു ക്രിസ്ത്യൻ റിലീജിയനിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. എന്തുകൊണ്ടാണ് ഞാൻ ക്രിസ്ത്യൻ റിലീജിയനിൽ വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മോസ്റ്റ് റാഷണൽ റിലീജിയൻ ഇൻ ദ വേൾഡ് എന്നുള്ളതാണ് ക്രിസ്ത്യൻ റിലീജിയൻ. എനിക്ക് ധാരാളം റിലീജിയനിൽപ്പെട്ട ആൾക്കാരുമായിട്ട് ഫ്രണ്ട്സ് ഉണ്ട്. എനിക്ക് പറയാനുള്ളത്, ഏത് റിലീജിയനിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിലും അവരുടെ റിലീജിയനിൽ പ്രൗഡായിരിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ റിലീജിയനിൽ പ്രൗഡാകാൻ പറ്റുന്നില്ലെങ്കിൽ യു ഹാവ് ടു സ്വിച്ച് യുവർ റിലീജിയൻ. കാരണം അത്രയും സീരിയസ് ആയിട്ട് അതിനെ കാണേണ്ടുന്നൊരു കാര്യമാണ്. അപ്പം നമ്മൾ ആത്മീയത മാത്രമായിട്ട് പറയുമ്പോൾ
ഒരു ജനറേഷൻ, 2 ജനറേഷൻ, 3 ജനറേഷൻ കഴിയുമ്പോൾ ഞാൻ സസ്പെക്റ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇവർ ഇർറിലീജിയസ് ആയിട്ട് മാറും. ഇർറിലീജിയസ് ആയിട്ട് മാറുമ്പോൾ ആ സ്പേസിൽ അവിടെ വന്ന് കയറുന്ന സംഭവം എന്ന് പറയുന്നത് സെക്യുലർ ഹ്യൂമനിസമാണ്. അത് വളരെ ഡേഞ്ചറസ് ആണ് ആക്ച്വലി. അല്ല, നമ്മൾ സെൻട്രലൈസ് ചെയ്യുന്നത് ക്രിസ്തുവിലാണ്, മനസ്സിലായില്ലേ? അപ്പോൾ പൗലോസ് തന്നെയും പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഐ നോ ഹൂം ഐ ബിലീവ്. ഞാൻ വിശ്വസിക്കുന്നത് ആരെയെന്ന് എനിക്കറിയാം. ഞാൻ വിശ്വസിക്കുന്നത് ഇന്നത്തെ ഭാഷയിൽ ഞാനൊരു പ്രസ്ഥാനത്തെ അല്ല, ഞാൻ ഒരു പള്ളിയല്ല, ഞാനൊരു മതത്തെ അല്ല, ഞാൻ വിശ്വസിക്കുന്ന ഒരു ആളത്വത്തെയാണ്. അപ്പോൾ ആ ആളത്വത്തെ അറിയുക. യേശു കർത്താവിൻ്റെ പ്രാർത്ഥന, സ്വർഗസ്ഥനായ പിതാവേ, ഏക സത്യദൈവമായ അങ്ങേയും അവിടെ നിന്ന് അയച്ചിരിക്കുന്ന ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. അപ്പോൾ അത് അറിയുക, ദൈവത്തെ അറിയുക. അപ്പോൾ ദൈവത്തെ അറിയണമെങ്കിൽ ദൈവം വെളിപ്പെടുത്തി തരണം. അപ്പോൾ ദൈവം വെളിപ്പെടുത്തി തരുന്നത് ബുദ്ധിയിലല്ല, ആത്മാവിലാണ്. ദൈവം ആത്മാവാണ്. അവിടെയാണ് ആക്ച്വലി സ്പിരിച്വാലിറ്റി വരുന്നത്. അവിടെയാണ് സ്പിരിച്വാലിറ്റി. ആ പോയിന്റ് ഞാനും സാറിനോട് യോജിക്കുന്നുണ്ട്. അപ്പോൾ ആത്മാവിൽ വരണമെങ്കിൽ ആത്മാവിലാണ് ജീവൻ വരേണ്ടത്. അത് വളരെ കറക്റ്റാണ്. അപ്പോൾ ആ പേഴ്സണൽ റിലേഷൻഷിപ്പ് വേണം. ഇപ്പം സാറ് പറയുന്നതനുസരിച്ചും അല്ലെങ്കിൽ ഞാൻ പറയുന്നതനുസരിച്ചും ഇത് പോയിന്റ് ചെയ്യുന്ന ഇവിടേക്കെന്ന് വെച്ചാൽ സ്പിരിച്വാലിറ്റി ഇല്ലാത്ത റിലീജിയൻ ഒരിക്കലും യൂസ്ഫുൾ അല്ല. സ്പിരിച്വാലിറ്റി ഉള്ള റിലീജിയനാണ് യൂസ്ഫുൾ. ഈ സ്പിരിച്വാലിറ്റി ഇല്ലാതെ വരുമ്പോഴാണ് സാർ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ഒരു യാന്ത്രികമായിട്ടും പ്രാക്ടീസായിട്ടും ഈ പറഞ്ഞ പോലെ കൺട്രി ക്ലബ്ബായിട്ടും ഇപ്പം ഒരു സോഷ്യൽ സ്റ്റാറ്റസ് കാണിക്കാൻ അല്ലെങ്കിൽ ഒരു പവർ കാണിക്കാനുള്ള ഒരു ക്ലബ്ബായിട്ട് അല്ലെങ്കിൽ ഒരു സാമൂഹ്യ സ്ഥാപനമായിട്ട് ചർച്ചകൾ പലപ്പോഴും മാറുന്നു. അപ്പോൾ എന്നെ ഈ മേഖലയിൽ ആണ് എന്നെ സ്പെഷ്യലൈസ് ചെയ്ത് കർത്താവ് പഠിപ്പിച്ചത്. കാരണം ആത്മാവ് ഇപ്പോൾ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ എഴുതിയിരിക്കുന്നത് ദൈവം മനുഷ്യനെ നിലത്തെ പൊടിയിൽ നിന്ന് നിർമ്മിച്ചുണ്ടാക്കി അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി മാറി. ദേഹമായി മാറി എന്നല്ല, മാൻ ബിക്കേം എ ലിവിങ് സോൾ. അവനോട് ആണ് പറഞ്ഞത്, പാപം ചെയ്യുന്ന നാളിൽ നീ മരിക്കും. നേരെ എതിർ ശത്രുവായ പിശാച് പറയുകയാണ്, ഷുവർലി യു വിൽ നോട്ട് ഡൈ, യു വിൽ ബിക്കം ലൈക്ക് ഗോഡ്. നിശ്ചയമായി നിങ്ങൾ മരിക്കത്തില്ലെന്ന് ഗ്യാരണ്ടി കൊടുക്കുകയാണ്. അപ്പോൾ ദൈവത്തെ പോലെ ആകാനുള്ള ആകാംക്ഷയിൽ കഴിക്കുമ്പോൾ ബോഡി മരിക്കുന്നില്ല, പക്ഷേ ദൈവമായിട്ടുള്ള ബന്ധം അവിടെ സെപ്പറേറ്റ് ആയി. എൻസൈക്ലോപീഡിയയിൽ പറയുന്നു, ഡെത്ത് ഈസ് ദ സെപ്പറേഷൻ ഓഫ് ഡെത്ത് ഈസ് ദ സെസേഷൻ ഓഫ് എൻവയർമെൻറ്റ്, ആൾ എൻവയർമെൻറ്റ്. മരണത്തോടുകൂടെ എല്ലാം അവസാനിക്കുന്നു. ആര് എത്ര പ്രിയപ്പെട്ടവർ വന്ന് എന്തെല്ലാം വികാരം കാണിച്ചാലും ബോഡിക്കൊന്നും അറിയത്തില്ല. ഇതുപോലെ ആത്മീയമായി ഒരു ഡെത്ത് അവിടെ സംഭവിച്ചു. അവിടെ ജീവൻ തരാനാണ് വന്നത്. അപ്പോൾ ദേഹിക്കാണ് ജീവൻ, മരണം സംഭവിച്ചത് ദേഹിക്കാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കി തന്നൊരു ഭാഗം എന്ന് പറഞ്ഞാൽ പാപം ചെയ്യുന്ന ദേഹി മരിക്കും. അതാണ് എസ്കേൽ 18:4 20 കൊടുത്തിരിക്കുന്നത്. ശരീരം മരിക്കുന്നില്ല. അപ്പോൾ ദേഹി എന്ന് പറയുന്നത് സ്പിരിച്വൽ സെൻസ് ഓർഗൻസാണ്. 5 സെൻസസ് അല്ലേ, 5 സെൻസസ്. അപ്പോൾ നമുക്ക് ശരീരത്തിൽ 5 സെൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് കാണാനും കേൾക്കാനും സ്പർശനം അനുഭവിക്കാനും ടേസ്റ്റിനും എല്ലാം നമുക്ക് കഴിയുന്നത്. ഇതുപോലെ സ്പിരിച്വൽ സെൻസ് ഓർഗൻസ് ഉണ്ട്. അതാണ് ഡെഡായത്. ആത്മീയമായ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു. ദൈവശബ്ദം കേൾക്കാൻ കഴിയുന്നില്ല, ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയാൻ കഴിയുന്നില്ല, ദൈവവചനം ഒരു ടേസ്റ്റുള്ള ഫുഡായിട്ട് തോന്നുന്നില്ല, കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയും തിയോളജി പഠിക്കാത്ത ഒരു കാലത്ത് ഒരു ഭക്തൻ ഇങ്ങനെ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. കാഴ്ച കേൾവി ഉഷ്ണം രുചി സന്തോഷവും പോയേ, കർത്തനെ നിൻ രൂപമാക്കി തീർക്ക എന്നെ നീയേ, എല്ലുപോലുണങ്ങിപ്പോയേൻ ജീവനില്ലാതായേൻ, ഏറെ ശക്തിയുള്ള കാറ്റ് വന്നോതുക നീയേ, വീണ്ടും ജനിപ്പിക്കുക എന്നെ മാ പരിശുദ്ധാത്മാ, മാ വല്ലഭദേവാത്മാ, വീണ്ടും ജനിപ്പിക്കാൻ വേദവാക്കിന ദേവാത്മാ. അപ്പോൾ ദൈവവചനത്താലാണ് എൻ്റെ അവസ്ഥ. ദൈവം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ദൈവം എന്താണ് ചെയ്യുന്നത്, ഇതെല്ലാം തിരിച്ചറിയുന്ന ദൈവവചനം നമ്മൾ കേൾക്കുമ്പോഴോ വായിക്കുമ്പോഴോ ആണ് കേൾക്കുന്നത്, മനസ്സിലാക്കുന്നത്. അപ്പോൾ ആത്മീയ കാര്യങ്ങളിൽ ഒരു ടേസ്റ്റ് ഇല്ലെങ്കിൽ
ജീവനില്ല, ജീവൻ പ്രാപിച്ചിട്ടില്ല. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എഴുതിയിരിക്കുന്നതെല്ലാം വിശ്വസിച്ച് ജീവൻ പ്രാപിക്കേണ്ടതിനാണ്. അതാണ് സുവിശേഷം. എല്ലാ മതങ്ങളും മരണാനന്തര ജീവിതം ഉണ്ടെന്ന് പറയുന്നു. എല്ലാ മതങ്ങളും സ്വർഗവും നരകവും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാം ഒരു ആഫ്റ്റർ ലൈഫ് ഓഫർ ചെയ്യുന്നുണ്ട്. ഉണ്ട്. ഗോഡ് അല്ലെങ്കിൽ പിന്നെ ഗോഡിന്റെ യൂസ് ഇല്ലല്ലോ ആക്ച്വലി. അപ്പോൾ മതങ്ങളെല്ലാം മരണാനന്തര പ്രാർത്ഥനകൾ വളരെ സീരിയസ് ആണ്. മരണാനന്തര പ്രാർത്ഥന പക്ഷെ ഇപ്പം അത് കുറവല്ലേ സാർ ആക്ച്വലി? ഇപ്പം ഞാൻ ഈ ഒരു ലാസ്റ്റ് എനിക്ക് തോന്നുന്നില്ല പിന്നെ നമ്മുടെ ചർച്ച് സെർമണുകളിലൊക്കെ തന്നെ ഈ ആഫ്റ്റർ ലൈഫോ അല്ലെങ്കിൽ ഫൈനൽ ജഡ്ജ്മെൻറ്റോ യേശുവർത്ത വീണ്ടും വരുമെന്നുള്ളതോ ഒന്നും കേൾക്കാനില്ല ആക്ച്വലി. യങ്ങർ ജനറേഷൻ ആരും അതിനെക്കുറിച്ച് അവെയർ അല്ല. പലരും മരണത്തിന് ശേഷം ജീവിതം ഇല്ല എന്നാണ് പല ക്രിസ്ത്യാനികളും യങ്ങർ ജനറേഷനിൽ വിശ്വസിക്കുന്നത്. അന്ന് അങ്ങനെ ഒരു കൂട്ടം വിശ്വാസികളുണ്ട് യേശുവിൻ്റെ കാലത്ത്. സദൂക്യർ. അതെ, സദൂക്യർ. പുനരുത്ഥാനമില്ല, അവരും വിശ്വാസികൾ. അപ്പോൾ അന്നത്തെ വീട് ഇന്ന് ഒരുപാട് അസദൂക്യന്മാർ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷെ ഇത് അപ്പോൾ മരണാനന്തര മരണാനന്തര ചടങ്ങുകൾ എല്ലാ മതങ്ങളിലും സീരിയസ് ആയിട്ട് നടത്തുന്നു. മരണാനന്തര പ്രാർത്ഥന. ഇപ്പം മരണാനന്തര ചടങ്ങുകളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഇപ്പം ഈ യങ്ങർ ജനറേഷൻസ് ഒന്നും ഈ മരണാനന്തര ചടങ്ങുകളിൽ വരാറില്ലല്ലോ സാർ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? വളരെ കുറവല്ല, വരാറില്ല. അവർക്ക് ദൈവത്തിൽ പോലും വിശ്വാസമില്ല. ഇപ്പൊ AI ആണ് ദൈവം, മനസ്സിലായില്ലേ? പിന്നെ ഒരു പഴയ ദൈവം വീണ്ടും പൊങ്ങിയിട്ടുണ്ട്, ഡിങ്കൻ എന്ന് പറയുന്ന ഒരു ദൈവം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സത്യദൈവത്തെ അറിയുക, ദൈവത്തെ അറിയുക എന്നുള്ളതിനേക്കാളും സത്യദൈവത്തെ അറിയുക. അപ്പോൾ ആത്മാവിൽ ദേഹിക്ക് ജീവൻ വരണം. ദേഹിക്ക് ജീവൻ വന്നാൽ ജീവനുള്ളതിന് ഭക്ഷണം വേണം. ഭക്ഷണം ഇത് മാത്രമേ ഉള്ളൂ. കാരണം യേശു ഇതിനെ ഭക്ഷണമായിട്ടാണ് പറഞ്ഞത്. ഈ ഒരു ഗൈഡ് ഇല്ലെങ്കിൽ നമുക്ക് ലൈഫ് വളരെ മിസറബിൾ ആയിപ്പോകും. കാരണം എങ്ങോട്ടേക്ക് എന്നുള്ള ഇപ്പോൾ സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എങ്ങോട്ടാണ് ഡയറക്റ്റ് ചെയ്യുന്നത്, എങ്ങോട്ടാണ് പോണത്. ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാരുടെ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ഒരു ഗോളില്ല. അത് ഭയങ്കര പ്രോബ്ലമാണ്. അപ്പം തിയോളജിക്കലി സ്പീക്കിംഗ് ഈ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലൈഫിൻ്റെ ഗോളാണ് ഗോഡ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും എയിം ചെയ്യുന്നത് കമ്മ്യൂണിയൻ വിത്ത് ഗോഡ്. നമ്മൾ ദൈവത്തോട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ എയിം ചെയ്തു പോകുന്നത്. അതാണ് ആക്ച്വലി ഒരു അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം സൈക്കോളജിക്കലി വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാ ആൾക്കാർക്കും അവർ ജീവിക്കുന്നതിന് ഒരു മീനിങ് ആവശ്യമാണ്, ഒരു എക്സിസ്റ്റൻഷ്യൽ സിഗ്നിഫിക്കൻസ് ആവശ്യമാണ്. ആക്ച്വലി ആ എക്സിസ്റ്റൻഷ്യൽ സിഗ്നിഫിക്കൻസ് ആണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നമ്മൾ ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഈ മോറൽ ഗൈഡ് എന്ന് പറയുന്നത്, നമ്മുടെ എത്തിക്കൽ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. അത് നമുക്ക് ഈ പറയുന്ന ക്രിസ്ത്യൻ റിലീജിയനെ സംബന്ധിച്ചിടത്തോളം ബൈബിളിൽ നിന്ന് മാത്രമേ കിട്ടൂ. ഈ സ്ട്രാറ്റജിയും ഗോളും നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്സ് ഇങ്ങനെ സ്കാറ്റേഡ് ആയിപ്പോ. ആക്ച്വലി എങ്ങോട്ടേക്ക് പോകുന്നു എന്ന് അറിഞ്ഞൂടാ, ഒരു ഗൈഡ് ഇല്ല, ഡെസ്റ്റിനേഷൻ ഇല്ല. അത് വളരെ മിസറബിൾ ആണ് ആക്ച്വലി ഭൂമിയിലെ ലൈഫ്. അപ്പം ഇപ്പോഴത്തെ മോസ്റ്റ് ഓഫ് ദി പോപ്പുലേഷനും ഇപ്പം അവർ പ്രൊസീഡ് ചെയ്തിരിക്കുന്നത് ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് ഡെസ്റ്റിനേഷനും ഇല്ല, സ്ട്രാറ്റജിയും ഇല്ലാത്ത സിറ്റുവേഷനാണ്. വളരെ പതറ്റിക് സിറ്റുവേഷനിലേക്കാണ് പോകുന്നത്. ഇത് ഡിപ്രഷൻ വന്നു. അതെ, അതാണ് ആങ്സൈറ്റിയുടെയും ഡിപ്രഷൻ്റെയും ഒരു മറ്റ് തരത്തിലുള്ള പാത്തോളജിക്കൽ അല്ലാത്ത ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം, നോർമലി ഫങ്ഷനിങ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഈ ആങ്സൈറ്റിയും ഡിപ്രസീവായിട്ടുള്ള ഐഡിയാസ് ഇപ്പം വളരെ കൂടുതലാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ പറഞ്ഞ ഒരു ഗൈഡ് ഇല്ലാത്തത് കൊണ്ടാണ്. സ്ട്രാറ്റജിയും ഇല്ല, ഡെസ്റ്റിനേഷനും ഇല്ല. ആത്മഹത്യകൾ വർദ്ധിക്കും. അതെ, ആൽക്കഹോളിൻ്റെ യൂസ് കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രഗ്സിൻ്റെ യൂസ്, മറ്റു കാര്യങ്ങൾ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. ഇപ്പം മനസ്സ് എത്രത്തോളം സന്തോഷമാണെന്ന് ഓരോരുത്തർ ചോദിച്ചാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതൊരു എവിഡൻ്റ് ആണ്. എത്ര പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര കൊലപാതകങ്ങളാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതിൻ്റെ കണക്ക്, ആൽക്കഹോൾ യൂസ് ചെയ്യുന്നത്, ഇത് കഴിഞ്ഞ നാളുകളിൽ നോക്കുമ്പോൾ കൂടിയാണ് വരുന്നത്. അപ്പം അതിന് പാത്തോളജിക്കലായിട്ടുള്ള റീസൺ ഉണ്ട്, അത് മാറ്റി നിർത്താം. പാത്തോളജിക്കലായിട്ടുള്ള അവിടെ നിൽക്കട്ടെ. അതല്ലാതെ മനുഷ്യരുടെ ആങ്സൈറ്റിയുടേതും ഡിപ്രഷൻ്റേതുമായിട്ടുള്ള ഫീച്ചേഴ്സ് ഓരോ ഹ്യൂമൻ ബീയിങ്ങിനും കൂടി വരികയുള്ളൂ. ഇപ്പം നമ്മൾ ജനറേഷൻ വൈസ് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതറിയാൻ പറ്റും. അപ്പം അവിടെയാണ് ഈ കർത്താവ് പറഞ്ഞ 3 ആഹ്വാനങ്ങൾ, അതിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാവർക്കും അറിയാമെന്നുള്ളത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവർ എല്ലാവരും എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അതുവരെ കൊണ്ട് നിർത്തുകയാണ്. അത് മിക്കവാറും എല്ലാവർക്കും അറിയാം. പക്ഷെ തൊട്ടടുത്ത് അതിനോട് ചേർന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്.
എൻ്റെ നുഖമേറ്റ് എന്നിൽ നിന്ന് പഠിപ്പിൻ, അഥവാ എൻ്റെ ശിഷ്യനായി എന്നിൽ നിന്ന് പഠിപ്പിൻ. ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കാനാണ് ആക്ച്വലി അത് രണ്ടാമത്തത്. എന്നിൽ നിന്ന് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കിട്ടും. ഇപ്പം രോഗശാന്തി കിട്ടാൻ പഠിക്കണ്ട, രോഗശാന്തി കിട്ടാൻ ആരാധിച്ചാൽ മതി. അത് എല്ലായിടത്തും ഉണ്ട് ഭജൻസ്. മെൻ്റലി ഒരു റിലാക്സ് ആവും. എവിടെ പോയാലും 1 മണിക്കൂറൊക്കെ നല്ല സൗണ്ടിൽ, ഇപ്പോൾ സൗണ്ടൊക്കെ ഭയങ്കരമാണ്. ഇവിടെ നിശാഗന്ധിയിൽ ഒരിക്കൽ ഇദ്ദേഹത്തിൻ്റെ ശ്രീ അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പാടിയ 2-3 പാട്ടുകളുണ്ട് മലയാളത്തിൽ തന്നെ, എന്ത് അതിശയമൊക്കെ ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒരു, കാരണം അതിൽ യേശു എന്നുള്ള വാക്ക് വരുന്നില്ല. എന്ത് അതിശയം എന്നുള്ള പാട്ടുകളൊക്കെ ഒരു ജനറലായിട്ട് പാടി മെൻ്റലി റിലാക്സ് ആവും. അപ്പോൾ ഇവിടെ മെൻ്റലി റിലാക്സ് മാത്രമല്ല, ആക്ച്വലി ആത്മീയത എന്ന് പറയുന്നത് അതാണ്. ഇപ്പോൾ ക്രിസ്തീയത വരുമ്പോഴാണ് നമ്മൾ യേശു കർത്താവിലേക്കും ബൈബിളിലേക്കും വരുന്നത്. അപ്പോൾ അവിടെ ആത്മാക്കൾക്ക് ശാന്തി കിട്ടും. ഇനി പഠിക്കാനാണ് പറയുന്നത്. ഇന്ന് പഠിക്കാൻ അവർക്ക് സമയമില്ല, പഠിക്കാൻ സമയമില്ല. ടച്ച് അല്ലേ, അതെ, തൊടുക. ഒരു പാട്ട് പറഞ്ഞ് വളരെ കാലമായി, ഒരു വാക്ക് മതി എനിക്കത് മതി. കാരണം അങ്ങേക്കും സമയമില്ല, എനിക്കും സമയമില്ല. ഒരുപാട് മീനിങ്ലെസ് ആയിട്ടുള്ള പാട്ടുകൾ ഈ ക്രിസ്ത്യൻ സോങ്സുകളിൽ തന്നെ ഉണ്ട്. ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ആക്ച്വലി സൗഖ്യമാകാൻ ഒരു വാക്ക് മതി, പക്ഷേ നിത്യജീവൻ പ്രാപിക്കാൻ ഒരു വാക്ക് പോരാ. അതെ, അങ്ങനെ ആയിരുന്നെങ്കിൽ യേശു കർത്താവ് വന്നിട്ട് അങ്ങ് എല്ലാവരും വന്നേക്കണേ, നമുക്ക് അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ട് പോലും 40 ദിവസം വീണ്ടും ക്രാഷ് പ്രോഗ്രാം നടത്തി. അപ്പോസ്തല പ്രവൃത്തികൾ 1:2 നമ്മൾ കാണുന്നത് 40 നാളോളം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അതെനിക്ക് തോന്നുന്നു സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണെന്ന് തോന്നുന്നു. 12 പേർക്ക് ശിഷ്യന്മാർക്ക് ടോട്ടലി എനിക്ക് തോന്നുന്നു ഏകദേശം 500+ ആൾക്കാർക്കാണ് അവർക്ക്. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ ശേഷം 40 ദിവസം എക്സ്ട്രാ ക്ലാസ് എടുക്കണമെങ്കിൽ ഇവിടെ 3.5 വർഷം ക്ലാസ് എടുത്തിട്ട് ഇവർക്ക് തലയിൽ കയറിയില്ല. അപ്പം അത്ര സീരിയസ് ആണ് കാര്യം. അപ്പോൾ ഈ പഠിക്കുക, രണ്ടാമതാണ് ഫോളോ, മൂന്നാമത് ഗോ ഫോർ മീ. അപ്പോൾ ഇവിടെ ഈ 3 കാര്യങ്ങളും ഉള്ള നമുക്ക് യേശു കർത്താവ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് ഒരു ഉറപ്പും കൂടെ തന്നിട്ടുണ്ട്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. അപ്പോൾ ഇത് വെറും ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല. അപ്പോൾ എൻ്റെ പേഴ്സണൽ ലൈഫിൽ 45 വർഷം ഞാൻ അത് അനുഭവിക്കുന്നു. 3 പ്രാവശ്യം അറ്റാക്ക് വന്ന് മരിച്ച ആളാണ് ഞാൻ. 2016, പിന്നെ 2017. അപ്പോൾ അവിടെ എല്ലാം ഡോക്ടർ പറഞ്ഞ് പോയി, എല്ലാം പോയി, കിഡ്നി പോയി, ഹാർട്ട് പോയി, എല്ലാം പോയി. എല്ലാം പോയെന്ന് പറഞ്ഞാലും വൈഫിൻ്റെ ഉള്ളിലൊരു പാട്ട് വന്നു, മനസ്സിലായില്ലേ? കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നത് എന്തിനു. ഞാൻ ആദ്യത്തെ സമയം കുഴഞ്ഞു വീഴുമ്പോഴും വൈഫ് ചോദിച്ചത്, കർത്താവേ ശുശ്രൂഷ തീർന്നോ എന്നാണ് ചോദിച്ചത്, മനസ്സിലായില്ലേ? അപ്പോൾ ആയുസ്സും ആരോഗ്യമൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഈ പഠിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനം. ഇന്ന് പഠനമില്ല, പഠിപ്പിക്കുന്നവരും കുറവാണ്, പ്രസംഗിക്കുന്നു. പക്ഷെ പഠനം വളരെ 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 പ്രധാനമാണ്. അപ്പോൾ മനുഷ്യനെക്കുറിച്ച് എന്തുകൊണ്ട് മനുഷ്യൻ ഈ ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല? അപ്പോൾ അതിന് 3 ടൈപ്പ് മനുഷ്യരുണ്ട്. പ്രാകൃത മനുഷ്യൻ, ജഡീക മനുഷ്യൻ, ആത്മീക മനുഷ്യൻ. പ്രാകൃത മനുഷ്യൻ ക്ലിയറായി പറയുന്നു, 1 Corinthians 2:14 മുതൽ. പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം ഗ്രഹിക്കുന്നില്ല, അതവന് ഭോഷത്വമാണ്. അത് ആത്മീകമായി മനസ്സിലാക്കേണ്ടതാകയാൽ അതവന് ഗ്രഹിക്കാൻ കഴിയില്ല. അവനെ ജീവിപ്പിക്കണം, അവന് ജീവൻ വരണം. പ്രാകൃത മനുഷ്യന് ഇതൊന്നും അംഗീകരിക്കില്ല കേൾക്കുമ്പോൾ, അതവന് ഭോഷത്വമാണ്. അതിനേക്കാൾ അപകടകാരിയാണ് ജഡീകൻ. അവൻ അനുഭൂതികളിൽ വിശ്വസിക്കുന്നവനാണ്, അനുഭവങ്ങളിൽ വിശ്വസിക്കുന്നവനാണ്. ഫാക്റ്റല്ല അവൻ വിശ്വസിക്കുന്നത്. ആദ്യം അവൻ വിശ്വസിക്കുന്ന ഫീലിംഗാണ്. ഫീലിംഗ്, ഫെയ്ത്ത്, ഫാക്റ്റ്. ആദ്യം ഫാക്റ്റ്, ഫെയ്ത്ത്, ഫീലിങ്ങിലോട്ടാണ് വരേണ്ടത്. പക്ഷേ ഇവന് ഫീലിംഗാണ് ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അവൻ്റെ സ്വഭാവം ഒരിക്കലും മാറുന്നില്ല. അവൻ അനുഭൂതികളിൽ തൃപ്തൻ. പക്ഷെ ആത്മീയന തികച്ചും വ്യത്യസ്തനാണ്. സകലത്തെയും വിവേചിച്ചറിയുന്നവനാണ് ആത്മീകൻ.
അവന് വിവേചിക്കറിയാൻ ഇവിടെ മിററുണ്ട്, അതെ. ദൈവത്തിൻ്റെ വചനമുണ്ട്. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഫേസ്ബുക്കിലൊക്കെ വരുന്ന അതിലിടുമ്പോൾ ചിലതിന് ഞാൻ കമൻറ്റ് ചെയ്യാറില്ല. കാരണം ആത്മീയമായ കാര്യം ആയതുകൊണ്ട് അവന് പറഞ്ഞത് മനസ്സിലാവില്ല, അവനെന്തും പറയും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ, ഈ ദൈവം ഇല്ലയെന്നോ അല്ലെങ്കിൽ ദൈവീക കാര്യങ്ങളെയൊക്കെ വളരെ മോശമായിട്ട് രീതി പറയുമ്പോൾ പണ്ട് ഞാൻ പ്രതികരിക്കുമായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി പ്രതികരിച്ചിട്ട് കാര്യമില്ല. കാരണം അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ ഉള്ള ആ നിലവാരത്തിൽ വന്നിട്ടില്ല. ഈ ദൈവം ഇല്ല എന്ന് പറയുന്നത് ഭൂരിഭാഗം പേരും ദൈവം ഇല്ലാതിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നവരാണ്. മനസ്സിലായില്ലേ? എന്നാലല്ല അവരെ തോന്നിവാസം അനുസരിച്ച് ലൈഫ് കണ്ടക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഐഡിയ അവരെന്താണ് റിജക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് അവർ പോലും അറിയുന്നില്ല ആക്ച്വലി. ഒരു കാര്യം, പക്ഷേ ഈ ദൈവത്തെക്കുറിച്ച് അറിയണം. അതാണ് ഞാൻ പറഞ്ഞ ദൈവങ്ങൾ, വേദപുസ്തകം പറയുന്ന ദൈവങ്ങൾ. ഞാൻ അതിനെക്കുറിച്ച് ക്ലാസ് എടുക്കാറുണ്ട്. കാരണം ഹബക്കൂക്ക് എന്ന് പറയുന്നൊരു പുസ്തകത്തിൽ 1-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നത് ദുഷ്ടന് സ്വന്തം ശക്തിയാണ് ദൈവം. മനസ്സിലായില്ലേ? കാരണം അവൻ്റെ ബുദ്ധിശക്തി, അവൻ്റെ കായിക ശക്തി, അവൻ്റെ പണത്തിൻ്റെ ശക്തി, ജനത്തിൻ്റെ ശക്തി, ജനശക്തി, ഞാൻ പറഞ്ഞ ദുഷ്ടൻ അവൻ അതിക്രമിച്ച് കാറ്റുപോലെ അടിച്ചു കയറുമെന്നാണ് ആ ഭാഗത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ സ്വന്തം ശക്തി ചിലരുടെ ദൈവമാണ്. രണ്ടാമത്തെ ദൈവം വയറ്. അത് ഫിലിപ്പിയർക്ക് ലേഖനത്തിലാണ് പറയുന്നത്. ഫിലിപ്പിയർ 3:18. ചിലർ ക്രൂശിൻ്റെ ശത്രുക്കളായി നടക്കുന്നുവെന്ന് ഞാൻ കരഞ്ഞുകൊണ്ട് പറയുന്നു. അവരുടെ അവസാന നാശം, അവരുടെ ദൈവം വയറ്. ഭൂമിയിലുള്ളത് മാത്രം അവർ ചിന്തിക്കുന്നു. അതെനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ കൂടുതലും എക്സ്പീരിയൻസിന് അല്ലെങ്കിൽ സെൻസറി ആയിട്ടുള്ള സ്റ്റിമുലേഷൻസിന് പ്ലഷർ മാത്രം സീക്ക് ചെയ്ത് പോകുന്ന ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടായിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതൊരു കാര്യം. പക്ഷെ അവിടെ പറയുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അവർ ക്രൂശിൻ്റെ ശത്രുക്കളെന്നാണ്. അപ്പോൾ ക്രൂശിൻ്റെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ക്രൂശ് എന്ന് പറയുന്നത് ശിഷ്യത്വവുമായി ബന്ധപ്പെട്ടതാണ്. ഒരുവൻ എന്നെ അനുഗമി പരീക്ഷിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. യേശുവിൻ്റെ ക്രൂശ് എടുക്കാൻ പറഞ്ഞിട്ടില്ല, അവനവൻ്റെ ക്രൂശ് എടുക്കണം. എന്താണ് അവനവൻ്റെ ക്രൂശ് എന്ന് പറയുന്നത്? ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ക്രൂശ് എന്ന് പറയുന്നത് ഗലാത്യർ 5:24 ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. പാഷൻസ് ആൻഡ് ഡിസൈഴ്സ്. മൂന്നും എനിക്ക് എൻ്റെ മനസ്സിൽ വരുന്ന വേറൊരു ഐഡിയ ആണ്. അതായത് ഒന്നാമത് പറഞ്ഞത് ചില ആൾക്കാർ അവരുടെ ലൈഫ് കണ്ടക്ട് ചെയ്യുന്നത് പവർ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ ടൈപ്പ് ആൾക്കാർ അവർ ജീവിക്കുന്നത് തന്നെ മറ്റുള്ളവരെ നിയന്ത്രിക്കാനും മറ്റുള്ളവരുടെ മേലെ അധികാരം കാണിക്കാനും വേണ്ടിയിട്ടാണ്. ഈ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന കാര്യം എനിക്ക് മനസ്സിലാവുന്ന കാര്യം വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ്, പ്ലഷർ. അതായത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ മാക്സിമം സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന ആൾ. അതുകൊണ്ട് തന്നെ അടുത്തൊരു അതിൽ കൂടെ ചേർന്ന് ലജ്ജയായ കാര്യങ്ങളിൽ അവർക്ക് മാനം തോന്നുന്നു. ഫിലിപ്പിയർ 3:18. അതെ, ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള വൾഗർ ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്കത് ഹയർ പ്രയോറിറ്റിയിൽ കാണുന്നു. ഏറ്റവും അവസാനം ഇപ്പോഴത്തെ ഭാഷയെ പറഞ്ഞ ഉളുപ്പില്ല. അതെ അതെ, വാസ്തവം. അതെ അതെ. പിന്നെ മൂന്നാമത്തെ ദൈവം ഈ ലോകത്തിൻ്റെ ദൈവം. 2 കൊരിന്ത്യർ 4:4 പറഞ്ഞിരിക്കുന്നത്. സാക്ഷാൽ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ, ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷം മനസ്സിലാക്കാതിരിക്കാൻ ഈ ലോകത്തിൻ്റെ ദൈവം സാത്താൻ മനുഷ്യൻ്റെ കണ്ണ് കുരുടാക്കും. അപ്പോൾ ഞാൻ പറയാറുള്ളത് സകല മതങ്ങളുടെയും ദൈവമാണ് ഈ പിശാച്. ഈ 1ഉം 2ൻ്റെയും കോമ്പിനേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ആക്ച്വലി. ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞില്ലേ പവറും പ്ലഷറും. ഈ പവറും പ്ലഷറിൻ്റെയും കോമ്പിനേഷനാണ് ആക്ച്വലി ഈ ലോകത്തിൻ്റെ ദൈവം എന്ന് ഈ രീതിയിൽ സാറ് മനസ്സിലായി കൺസെപ്റ്റിനെ കുറച്ചും കൂടെ മോഡിഫൈ ചെയ്യാം. പക്ഷേ ഈ റിലീജിയൻ അപ്പോൾ അതിനകത്ത് സാറ് കൺസെപ്ച്വലൈസ് ചെയ്തിരിക്കുന്നത് ഞാനിങ്ങനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് ഈ ലോകത്തിൻ്റെ ദൈവം ആണ് റിലീജിയൻ എന്ന് പറഞ്ഞ് സാറ് ഇങ്ങനെ അട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ പവറും പ്ലഷറും റിലീജിയസ് ലീഡേഴ്സ് എന്താ പറയുക അവർ എക്സ്പീരിയൻസ് ചെയ്യും, അവർ എയിം ചെയ്യുകയും ചെയ്യുമ്പോൾ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ അതായത് എയിമിങ് അപ്പിൽ നിന്ന് മാറി ഈ പറയുന്ന എയിമിങ് ഡൗണിലേക്ക് അല്ലെങ്കിൽ എയിമിങ് സറൗണ്ടിങ്ങിലേക്കും മാറുകയാണ് ആക്ച്വലി. അപ്പം അത് റിലീജിയൻ്റെ അല്ല ആക്ച്വലി പ്രോബ്ലം, ഐഡിയ ഓഫ് റിലീജിയൻ്റെ അല്ല, ഈ റിലീജിയസ് ലീഡേഴ്സും റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ആണ് അതിൻ്റെ പിന്നിൽ. പിശാച് ഉണ്ടെന്ന് ആദ്യം സമ്മതിക്കണം. ഇന്നത്തെ തിയോളജിയിൽ പിശാചില്ല, തിന്മയേ ഉള്ളൂ.
ഈവിൾസ്. ഡെവിളില്ല, ഈവിൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പിശാച് ഈ ലോകത്തിൻ്റെ ദൈവം, അത് വീണ്ടും ലേഖനകർത്താവ് ചിലർ തിന്മയും ഇല്ല എന്നാണ് പറയുന്നത്. എല്ലാം നന്മ. എനിവേ അത് ഐഡിയോളജിക്കലി എന്തായാലും ഉണ്ടല്ലോ, നന്മയ്ക്ക് തിന്മ. അതെ. അപ്പം ഐഡിയോളജിക്കലി സ്പീക്കിംഗ് അല്ലെങ്കിൽ ഫിലോസഫിക്കലി സ്പീക്കിംഗ് അവിടെ എക്സിസ്റ്റ് ചെയ്തേ പറ്റൂ, സംഭവമുണ്ട്. അപ്പോൾ ആ ഒരു പ്രീ ടെക്സ്റ്റിൽ തന്നെ നമ്മൾ പോകുമ്പം ഞാൻ മനസ്സിലാക്കിയത് ഇത് വളരെ വാലിഡ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. നമ്മൾ ഈ പറഞ്ഞ ആദ്യത്തെ 2 പോയിൻറ്റും പവറും പ്ലഷറും കമ്പൈൻ ചെയ്ത് വരുമ്പോഴാണ് ആക്ച്വലി ഈ നമ്മുടെ ചർച്ച് ലീഡേഴ്സും റിലീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും കറപ്റ്റും അവരുടേതായിട്ടുള്ള ഇപ്പം പ്രൈഡ് എന്ന് പറയുന്നതാണ് ആക്ച്വലി, അഹങ്കാരം എന്ന് പറയുന്നതാണ് നമ്മുടെ ക്രിസ്ത്യൻ തിയോളജിക്കൽ പെർസ്പെക്റ്റീവിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള സിന്നായിട്ട് പറയുന്നത്. അതാണ് ആദ്യം സംഭവിച്ചത്, ലൂസിഫറിൻ്റെ സമയത്ത് സംഭവിച്ചതായിട്ട് ബിബ്ലിക്കലി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതേ ഇത് തന്നെയാണ് ആക്ച്വലി ഈ ചർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ചർച്ച് ലീഡേഴ്സിൻ്റെ ഇടയിൽ കാണുന്നത്. പ്രൈഡാണ്, അവരെന്തോ സംഭവമാണെന്നുള്ള രീതിയിലാണ് അഭിമാനമാണ് ഉണ്ടാകുന്നത്. പ്രൗഡാണ് ഉണ്ടാവേണ്ടത്, പക്ഷെ പ്രൈഡ് അല്ല. അത് രണ്ടും ഇവർ ആക്ച്വലി എപ്പോഴാണ് പ്രൈഡ് വരുന്നതെന്ന് വെച്ചാൽ ഈ പവർ ആഗ്രഹിക്കുകയും പ്ലഷർ എൻജോയ് ചെയ്ത് ലൈഫ് മുന്നോട്ടേക്ക് കണ്ടക്ട് ചെയ്യുമ്പോഴാണ് ആക്ച്വലി ഈ അൾട്ടിമേറ്റ് ആയിട്ടുള്ള സംഭവത്തിലേക്ക് നമുക്ക് ഈ പ്രൊസീഡ് ചെയ്യാൻ പറ്റാതെ പഠിപ്പിച്ചിട്ടൊരു കാര്യമാണ്. പൗലോസ് പലപ്പോഴും ഞാൻ ശരീരം വിട്ടാലും ശരീരത്തിൽ വസിച്ചാലും ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിൽ അഭിമാനിക്കും. ഒരിക്കലും ഞാൻ അഹങ്കരിക്കാൻ പാടില്ല. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാട് കിട്ടിയെങ്കിൽ അതിൽ അഹങ്കാരമല്ല, അഭിമാനമാണ്. അതെ, അവിടെ നമ്മൾ എത്രത്തോളം എന്താ പറയുക ലോവർ ലെവലിലാണെന്നുള്ളൊരു റിയലൈസേഷനാണ്. ഇപ്പം നമ്മൾ 10 കമാൻഡ്മെൻറ്റ്സിനെ നോക്കുമ്പോൾ ഫസ്റ്റ് കമാൻഡ്മെൻറ്റ് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ദർ ഈസ് എ ഗോഡ് ഇൻ ഹെവൻ എന്നുള്ളതാണ്, ദ ഓൺലി വൺ ഗോഡ് എന്നുള്ളതാണ്. അപ്പം ആ വർഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ എല്ലാത്തിനേക്കാളും ഹയറായിട്ട് പ്രയോറിറ്റൈസ് ചെയ്യണമെന്നുള്ളതാണ്. നമ്മൾ ആ പ്രയോറിറ്റൈസേഷൻ മാറിയിട്ടാണ് ഈ പവറിലും പ്ലഷറിലും സോഷ്യൽ സ്റ്റാറ്റസിലും പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. അപ്പം തന്നെ സാറ് നേരത്തെ പറഞ്ഞ ആ ഒരു ഐഡിയയിലേക്ക് വന്നു. നമുക്ക് ആ ദൈവം എന്ന് പറയുന്ന നമ്മുടെ യഥാർത്ഥ ദൈവം എന്ന് പറയുന്നത്, അല്ല അൾട്ടിമേറ്റായിട്ട് നമ്മൾ പെർസ്യൂ ചെയ്യേണ്ട ഗോൾ എന്ന് പറയുന്നത് സബ്സിഡറിയായി മാറി. അവിടെ അത് വലിയ പ്രോബ്ലമാണ് ആക്ച്വലി. അതാണ് ആക്ച്വലി ഈ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും റിലീജിയസ് ലീഡേഴ്സിൻ്റെയും ഫെയിലുവർ. ആക്ച്വലി അതൊരു റിലീജിയൻ്റെ ഫെയിലുവർ അല്ല. ആക്ച്വലി ഈ റിലീജിയൻ ഐഡിയ ഓഫ് റിലീജിയൻ ഇല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ അൾട്ടിമേറ്റ് ഗോളിൽ പോലും എത്താൻ പറ്റില്ല. ഇപ്പം ഈ ഐഡിയ മൊത്തം മാറ്റിക്കളയാണ്. ഇപ്പോൾ ഒരു നോർമൽ നൈവായിട്ടുള്ള ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം റിലീജിയസ് ഐഡിയ മൊത്തം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ഭയങ്കര അരക്ഷിതമായിട്ടുള്ള അവസ്ഥയാണ് ഉണ്ടാവുക. അങ്ങനെ അത് ദൈവം സമ്മതിക്കില്ല. അതുകൊണ്ടാണ് കാലാകാലങ്ങളായി പണ്ട് ഭാഗമായും ഒരു ഫുൾഫിൽഡ് ആയിട്ട് വന്നിരിക്കുന്നതിലൂടെ അത് പൂർണ്ണമായും വെളിപ്പെടുത്തിക്കുന്നു. അപ്പോൾ ഈ ലോകത്തിൻ്റെ ദൈവത്തിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ചെറിയതല്ല. പൗലോസ് അത് തെസ്സലോനിക്ക് എഴുതുമ്പോഴാണ് അത് വ്യക്തമാക്കുന്നത്. അധർമ്മമൂർത്തി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 2 തെസ്സലോനിക്ക 2:9 മുതലുള്ള വാക്യങ്ങൾ. അവൻ സാത്താൻ്റെ സകല വ്യാജമായ ശക്തി, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, അനീതിയുടെ സകല വഞ്ചനയോടെ പ്രവർത്തിക്കുന്നു. മനുഷ്യൻ സത്യത്തെ വിശ്വസിക്കാതെ അനീതി രസിക്കുന്നു. അപ്പോൾ സത്യത്തെ വിശ്വസിക്കാതെ അനീതി രസിക്കേണ്ടതിന് അവിടെ പിന്നെ പറഞ്ഞിരിക്കുന്നത് ദൈവം ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അനുവദിക്കുന്നു എന്നാണ്. ന്യായവിധി വരേണ്ടതിന്, അവർക്ക് ന്യായവിധി വരേണ്ടതിന്. അപ്പോൾ അത് ഭയാനകമാണ്. അവർക്ക് സത്യത്തെ മനസ്സിലാക്കാൻ താല്പര്യമില്ല, നീതിയോടെ ജീവിക്കാൻ താല്പര്യമില്ല. പക്ഷെ അനുഗ്രഹം വേണം, അത്ഭുതം വേണം, അടയാളം വേണം. അത് ആക്ച്വലി ഈ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, നിരീശ്വരവാദികളുടെ സെയിം അപ്രോച്ചാണ് ആക്ച്വലി അവർക്ക് ദൈവം വേണ്ട, ദൈവം ഇല്ല എന്ന് പറയുന്നത് ദൈവം വേണ്ടാത്തത് കൊണ്ടാണ്, ദൈവം ഇല്ലാത്തത് കൊണ്ടല്ല. ദൈവം ഇല്ലാതെ അവർക്ക് പോകണം. ആക്ച്വലി അത് തന്നെയാണ് നമ്മുടെ എന്താ പറയുക റിലീജിയൻ്റെ പേര് പറഞ്ഞ് എന്താ പറയുക ബൈ നെയിം സേക്ക് റിലീജിയൻ യൂസ് ചെയ്യുന്ന ആൾക്കാരും ചെയ്യുന്നത്. പക്ഷെ അതൊരിക്കലും നമുക്ക് ആ റിലീജിയൻ എന്ന് പറയുന്ന ഐഡിയ ഒന്ന് പുറത്ത് കടന്നു കഴിഞ്ഞാൽ അവിടെയാണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് ക്രിസ്ത്യാനിറ്റി വന്നത്. അതാണ് അപ്പോൾ ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശു, ഞങ്ങൾ അതാണ് ഇപ്പം പറയാൻ വന്നത്. ആക്ച്വലി നമ്മുടെ ഇപ്പോൾ സെമിനാരികളിലൊക്കെ തന്നെ പല അച്ഛന്മാരെടുത്ത് സംസാരിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം, യഥാർത്ഥമായ ദൈവവചനം അല്ലെങ്കിൽ ട്രൂ ബിബ്ലിക്കൽ ക്രിസ്ത്യാനിറ്റി അല്ല അവിടെ പഠിപ്പിക്കുന്നത്. പകരം റാഡിക്കൽ ലിബറൽ ആയിട്ടുള്ള ഫെമിനിസ്റ്റ് ഐഡിയോളജി, ലെഫ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. അത് ഇവരെ ഓറിയൻറ്റ് ചെയ്ത് വേറെ തലത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഒരിക്കലും ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുകയല്ല ചെയ്യുന്നത്. ഈ പറഞ്ഞ സാറ് നേരത്തെ സൂചിപ്പിച്ചില്ലേ, പവറും
പ്ലഷറും അതിനകത്തേക്ക് ആൾക്കാരെ കൊണ്ടുപോവാണ്. അതിനകത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സോപ്പിട്ട ആൾക്കാരെ പള്ളിയിൽ നിർത്തിയിരിക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പൊ ചർച്ച. അതെ അതെ, അത് ഭയങ്കര, അത് അവർ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ സംസാരിച്ചിരിക്കുന്ന അച്ഛന്മാർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ അച്ഛന്മാരൊന്നും അത് സമ്മതിച്ച് തരാറുമില്ല. അവർ പറയുന്നത്, പൊതുവിൽ അവർ പറയുന്നത് ഇത് സത്യമായിട്ട് പറഞ്ഞാൽ പിന്നെ ആൾക്കാരൊന്നും പള്ളി വരില്ല എന്നുള്ളതാണ്. അത് കേൾക്കുമ്പോൾ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അവരെ ആക്ച്വലി തിരഞ്ഞെടുത്തിരിക്കുന്നത്, അവരെ നിയോഗിച്ചിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അല്ല, അത് ഈ മതത്തിലാണ് പൗരോഹിത്യ ശുശ്രൂഷ, സഭയിൽ പാസ്റ്ററൽ മിനിസ്ട്രിയാണ്, ഇടയത്വ ശുശ്രൂഷയാണ്. അപ്പോൾ ഇടയത്വ ശുശ്രൂഷയുടെ ഗൗരവം മനസ്സിലാക്കുമ്പോൾ ആടുകളെ പരിപാലിക്കുകയാണ്. ഇപ്പോൾ എസ്കേൽ പ്രവചനത്തിൽ വരുമ്പം പ്രവാചകനിലൂടെ അന്നത്തെ ഇടയന്മാരോട് സംസാരിക്കുകയാണ്. നിങ്ങൾ കാണാതെ പോയതിനെ തിരഞ്ഞു പിടിച്ചില്ല, മുറിവ് കെട്ടിയിട്ടില്ല, ബലഹീനമായതിനെ ശക്തീകരിച്ചിട്ടില്ല, തളർന്നതിനെ ബലപ്പെടുത്തിയിട്ടില്ല, ക്ഷീണിച്ചതിനെ ശക്തിപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതൊക്കെയാണ് ഇടയൻ്റെ ശുശ്രൂഷ. ഇത് ചെയ്യാതെ ക്രൂരതയോടെ അവരെ ഭരിച്ചിരിക്കുന്നു. ഇന്നിപ്പോൾ ഭരണമേ നടക്കുന്നുള്ളൂ, പരിപാലനം നടക്കുന്നില്ല. അതെ, അത് മാത്രമല്ല, ഇന്നിപ്പം താഴെത്തട്ടിലുള്ളവർ അല്ലെങ്കിൽ സോഷ്യോ എക്കണോമിക്കലി വീക്കറായിട്ടുള്ളവരുടെ കൂടെ അല്ല നിൽക്കുന്നത്, സോഷ്യോ എക്കണോമിക്കലി സുപ്പീരിയർ ആയിട്ടുള്ളവരുടെ കൂടെയാണ്. അവരെ കൂടെ നിന്നാലേ ചർച്ചിന് മണി വരുള്ളൂ, ഇൻകം. ഇതെല്ലാം പ്രവാചകനിലൂടെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ തടിച്ചതിനെ അറുത്ത് അതിൻ്റെ മേധസ് കൊണ്ട് നിങ്ങൾ നിങ്ങൾ ഉജീവനം കഴിക്കുന്നു. അപ്പോൾ ഈ പാസ്റ്ററൽ മിനിസ്ട്രിയാണ് സഭാ ശുശ്രൂഷ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു തരത്തിൽ വന്നാൽ കുഴപ്പമില്ല. മറ്റത് ഞാനൊരു കാർമ്മികനാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് മതത്തിൻ്റെ ഇതിലായി. അപ്പോൾ അതാണ് പറഞ്ഞത്, സുവിശേഷത്തിൻ്റെ വഴിയിലോട്ട് വരണം, മാറി വരണം. മതം അവിടെ കിടക്കുന്നോട്ടെ, മതത്തെ ശല്യപ്പെടുത്തണ്ട. പക്ഷെ ഈ മതം ജീവൻ്റെ മാർഗമാണ്, നിത്യത്തിലേക്കുള്ളതാണ്. ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഞാനിടയ്ക്ക് പൂവി മേഡമായിട്ട് സംസാരിച്ചായിരുന്നു. അപ്പം വന്ന ഒരു പ്രധാനപ്പെട്ടൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ചർച്ച് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് ആണല്ലോ. ആക്ച്വലി നമ്മൾ മണവാട്ടി സഭ എന്നുള്ള രീതിയിലാണ് ഒരു ഐഡിയൽ പെർസ്പെക്റ്റീവിൽ നമ്മൾ ചർച്ചിനെ കാണുന്നത്. അപ്പം അതിൽ നിന്ന് നമ്മൾ അകറ്റുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് സാറിപ്പോൾ സൂചിപ്പിച്ച പോലെ പ്രീസ്റ്റ്ഹുഡ്, പൗരോഹിത്യ, ആ ഒരു ലെവലിൽ അതിനെ കാണുന്നത്. രണ്ട്, ഓൾട്ടർ എന്ന് പറയുന്ന സംഭവം. ഈ ഓൾട്ടറും പ്രീസ്റ്റ്ഹുഡും ആക്ച്വലി നമ്മുടെ പബ്ലിക്കിനെ ഇവരിൽ നിന്ന് പവർ ബേസ്ഡ് ആയിട്ട് തരംതിരിച്ച് വേറൊരു നിലയിൽ നിർത്തുകയും നമുക്കാർക്കും പ്രവേശിച്ചു കൂടാത്ത ഒരു പ്രത്യേക സ്ഥലവും പ്രത്യേക സംഭവമായിട്ട് ഈ പ്രീസ്റ്റ്ഹുഡിനെ കൊണ്ടുപോകുന്നത് അവർ സബ്സിക്വൻ്റ്ലി കറപ്റ്റ് ആവുകയും ഹിപ്പോക്രറ്റ് ആവുകയും ചെയ്യാണ് കാണുന്നത്. യേശുക്രിസ്തു വന്നപ്പോൾ ഈ തട്ടുകളെല്ലാം മാറ്റി. കാരണം യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ പോലും ചിലപ്പോൾ ആൾ മാറാൻ സാധ്യതയുണ്ട്. കാരണം യേശുവിന് പ്രത്യേക വേഷ സംവിധാനമൊന്നുമില്ല, കണ്ട എല്ലാവരെയും ഒരേപോലെ ഇരിക്കും. അതുകൊണ്ടാണ് യൂതയെ കിട്ടിയപ്പോൾ അവർക്ക് വലിയ സന്തോഷമായത്, ആള് മാറത്തില്ല. അപ്പോൾ ഇത് പിന്നെ ഈ മതത്തിൻ്റെ നിലയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് അൽമായര്, പിന്നെ ഐവിയനികൾ, ഇങ്ങനെയൊക്കെ. എൻ്റെ അഭിപ്രായത്തിൽ മതം എന്നുള്ള രീതിയിലല്ല, ആക്ച്വലി വ്യക്തികൾ അവരുടേതായിട്ടുള്ള പവർ കാണിക്കാൻ അവർ തന്നെ ക്രിയേറ്റ് ചെയ്ത സ്ഥാപനവൽക്കരണമാണ് ആക്ച്വലി. അപ്പോൾ ഇവിടെ സഭയിൽ ഉള്ള ശുശ്രൂഷ എന്ന് പറയുമ്പോൾ തട്ടുതിരിപ്പില്ല. അതെ അതെ, ഒരു ഭാഷ പറഞ്ഞൊരു മൂപ്പൻ, ഒരു ഇടയനുണ്ട്. പ്രാദേശിക സഭയ്ക്ക് ഒരു ഇടയനുണ്ട്, നമുക്കൊരു ശ്രേഷ്ഠ ഇടയനുണ്ട്. യാഗം എന്ന് പറയുന്നത് ആത്മീക യാഗമാണ്, അത് ഇവിടുത്തെ ആൾട്ടാറല്ല. ഇപ്പോൾ സഭയുടെ നിർവഹണത്തെക്കുറിച്ച് പത്രോസ് പറയുമ്പോൾ പത്രോസിൻ്റെ അടുത്തല്ലേ പറഞ്ഞു, പത്രോസെ നീ പറയാവുന്നതെന്നല്ല പറഞ്ഞത്, നീ പത്രോസാകുന്നു, ഈ പാറമേ ഞാൻ എൻ്റെ സഭയെ പണിയും. അപ്പോൾ അവിടെ പത്രോസ് പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റാണ് ഇമ്പോർട്ടൻറ്റ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു, നീ പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഞാൻ സഭയെ പണിയാൻ പോകും. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാരണം ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആക്ച്വലി ഈ പ്രീസ്റ്റ്ഹുഡും ആൾട്ടറുമാണ് ഈ പ്രൈഡ് എന്ന് പറയുന്ന ഒരു സിൻ ഇവരുടെ ഉള്ളിൽ ഇൻജെക്റ്റ് ചെയ്യുന്നതിന് കാരണമാവുന്നത്. ഇപ്പം പല അച്ഛന്മാരും അവർ ബേസിക്കലി അങ്ങനെ ആഗ്രഹിച്ചിട്ടായിരിക്കില്ല ഈ അരഗൻ്റ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നത്. ഈ ഓട്ടോമാറ്റിക്കായിട്ട് ഇവർ ജനങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു, ഇവർക്ക് ഓൾട്ടർ കിട്ടുന്നു, പ്രീസ്റ്റ്ഹുഡ് കിട്ടുന്നു, ഇവരെ ഒരു സൊസൈറ്റിയിൽ ഒരു എലിവേറ്റഡ് സ്റ്റാറ്റസിൽ ഇവരെ നിലനിർത്തുകയാണ്. അങ്ങനെ വരുമ്പോൾ സബ്സിക്വൻ്റ്ലി ഒരു ഫോൾ വരികയാണ്. അത് തന്നെയാണ് പണ്ട് ഹെവനിലും സംഭവിച്ചത് ലൂസിഫറിന്റെ കേസിൽ. അത് തന്നെയാണ് ഈ പ്രൈഡായിട്ട് മാറുന്നത്. അത് മനസ്സിലാക്കി വരാൻ ടൈം എടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ സഭയെക്കുറിച്ചുള്ള ഡെഫിനിഷൻ പത്രോസ് പറയുകയാണ്, മനുഷ്യർ തള്ളിയതെങ്കിലും
ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നിട്ട്, എൻ്റെ അടുക്കൽ വന്നിട്ടെന്ന് പറയുന്നില്ല, നിങ്ങളും ജീവനുള്ള കല്ലുകളെന്ന പോലെ ആത്മീയ ഗ്രഹമായി, സഭ കെട്ടിടമല്ല, സ്പിരിച്വൽ ബിൽഡിംഗ് ആണ്, ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിക്കാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടും. അപ്പം ആത്മീയ യാഗമാണ്. അപ്പോൾ ആ ആത്മീയ യാഗം, കഴിഞ്ഞ ആഴ്ചത്തെ പ്രസംഗം അതായിരുന്നു, സൗരഭ്യവാസന മരണം. അപ്പോൾ ആ യാഗപീഠം ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ നമ്മൾ യാഗമായി അർപ്പിക്കണം. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിപ്പീൻ. അതാണ് ബുദ്ധിയുള്ള ആരാധന. ഇന്ന് പല ആരാധന ബുദ്ധികെട്ട ആരാധന. ഇപ്പം തമിഴിലൊരു ചൊല്ലി ഞാൻ കേട്ടിട്ടുണ്ട്, ഭക്തിയുണ്ട് ബുദ്ധിയില്ല എന്ന് പറഞ്ഞാൽ. ക്രിസ്ത്യ ജീവിതത്തിൽ ബുദ്ധിക്ക് വളരെ സ്ഥാനമില്ല. പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഈ റാഷണാലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ദൈവം ബുദ്ധി നൽകിയിരിക്കുന്നത് കാര്യങ്ങൾ വിവേചിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വിവേചനം എന്ന് പറയുന്നത് റാഷണാലി യൂസ് ചെയ്യേണ്ടുന്ന കാര്യമാണ്. പൗലോസ് തിമോഥെയോസിനോട് പറയുമ്പോൾ കർത്താവ് നിനക്ക് ബുദ്ധി നൽകുമല്ലോ എന്നല്ലേ. അതെ. അപ്പോൾ ബുദ്ധി അവിടെ ആവശ്യമാണ്. കാരണം ബുദ്ധിമാൻ പണിതു പാറമേൽ, അതെ, വിശ്വാസി പണിതു മണൽമേൽ. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ ക്രിസ്ത്യാനിറ്റി വന്നതിന് ശേഷം ഈ നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് ഇന്ത്യൻ കൾച്ചറിൽ പൊതുവെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാം ഇമോഷണലായിട്ട് വൈകാരികമായിട്ടാണ് ആൾക്കാർ എടുക്കുന്നത്, സ്വീകരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഫീലിങ്സ്. അതെ, ഫീലിങ്ങിനാണ് ഈ റാഷണലി അവർ ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്നില്ല. ചിന്തിക്കാൻ ഈ ലീഡേഴ്സ് ചിന്തിക്കാൻ വിടത്തില്ല, ചിന്തിക്കരുതെന്നാണ്. ഞാൻ ക്രിസ്ത്യാനികൾക്ക് 6 ഓണം ഉണ്ടെന്ന് ഞാൻ പറയാറുണ്ട്. വന്നോണം, ഇരുന്നോണം, കേട്ടോണം, തന്നോണം, തിന്നോണം, വയ്ക്കോണം. ഇരിക്കൂടെ ഒന്നും ചോദിക്കരുത്. അതുകൊണ്ട് നമ്മൾ ആളുകളടുത്ത് ചോദിക്കുമ്പോഴും അവർക്ക് പറയാനൊരു പേടിയാണ്. വേറെ ആരും ഇങ്ങനെ ചോദിക്കുന്നില്ലല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്. കാരണം ഞങ്ങൾ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളു. ചിന്തിക്കുന്നില്ല. അപ്പോൾ ചിന്തിക്കാതെ പോയി കഴിഞ്ഞാൽ ഈ തലമുറ അവിടെ പോകും. അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം. യഥാർത്ഥത്തിൽ ഈ എല്ലാ ചോദ്യത്തിനും ഏറ്റവും കൂടുതൽ റാഷണലായിട്ടുള്ള ആൻസർ ഉള്ള റിലീജിയനാണ് ക്രിസ്ത്യാനിറ്റി. എല്ലാത്തിനോട്ടും മതിയായ ഉത്തരം. ഇപ്പോൾ നിലനിൽക്കുന്ന 3 കാര്യങ്ങൾ: വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇതെന്താണെന്ന് ചോദിച്ചാൽ പലർക്കും അറിയത്തില്ല. എന്തിനീ പ്രത്യാശയുടെ കാര്യം പറയണം? പ്രത്യാശയാലാണ് നാം ഒരു ക്രിസ്ത്യാനിയായി മാറിയത്. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. അതൊരു വലിയ ബ്രില്യൻ്റ് ഐഡിയ ആണ്. ആക്ച്വലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ there is a big daddy watching over the sky എന്ന് പറഞ്ഞ ബ്രില്യൻ്റ് ഐഡിയ ആണ്. നമ്മൾ ഡെത്ത് എന്ന് പറയുന്നത് ലൈഫിന്റെ എൻഡ് ഗോൾ അല്ല എന്നുള്ള ഐഡിയയും വളരെ ബ്രില്യൻ്റ് ആണ്. ക്രിസ്ത്യ വിശ്വാസത്തിന്റെ കാതലായ കാര്യമാണ് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. ഒരു ഹോപ്പ്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കാതിരുന്നെങ്കിൽ ക്രിസ്ത്യ വിശ്വാസത്തിന് യാതൊരു കാര്യവുമില്ല. മാത്രമല്ല യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ പറഞ്ഞ് ഞാൻ പോയിട്ട് പരിശുദ്ധാത്മാവിനെ അയക്കും. അപ്പോൾ താൻ ഉയർത്തെഴുന്നേറ്റ ശേഷവും ശിഷ്യന്മാരോട് പറഞ്ഞു, പിതാവിനോട് കേട്ട വാഗ്ദത്തം ഞാൻ നിങ്ങളുടെ മേലെ അയക്കും. അത് പെന്തക്കോസ്ത് പെരുന്നാൾ ദേവാലയത്തിൽ നടക്കുമ്പോൾ ആ പെരുന്നാളിന് പോകാതെ തൊട്ടടുത്ത വീട്ടിലിരുന്ന യേശുവിൻ്റെ അമ്മ മറിയ, അതുപോലെ യേശുവിൻ്റെ സഹോദരന്മാരും ശിഷ്യന്മാരടങ്ങുന്ന 120 പേർ വന്നിറങ്ങി. അവിടെയാണ് സഭ സ്ഥാപിതമായത്. അതുമുതൽ 2000 വർഷമായിട്ടും പരിശുദ്ധാത്മാവ് തിരിച്ചു പോയിട്ടില്ല. ഇന്നും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. എൻ്റെ 2 മക്കളെ പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരാണ്. ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം അതാണ്. കാരണം അവർ നിത്യപിതാവിൻ്റെ മക്കളായി മാറി. ഞാൻ എൻ്റെ മക്കളടുത്ത് പറയും, ഈ അപ്പം എപ്പോഴും ഇല്ലാതെ ഇവിടുന്ന് പോകും. പക്ഷെ മാറ്റമില്ലാത്തൊരപ്പനുണ്ട്. എൻ്റെ അപ്പൻ മരിച്ചപ്പോഴും ഞാൻ പോസ്റ്റ് ചെയ്തത്, എൻ്റെ ഭൗമിക പിതാവ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. എനിക്കൊരു അപ്പനുണ്ട്. ആ അപ്പം മരിച്ചു പോയിട്ടില്ല. അതൊരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു എന്താ പറയാ മോറൽ ഫോഴ്സ് ആണ് ആക്ച്വലി നമ്മുടെ ലൈഫ് ഭൂമിയിൽ. അപ്പനായി മാറി. എന്തൊക്കെ സിറ്റുവേഷൻസ് വന്നാലും there is a big daddy, there is a father watching over the sky, അല്ലെങ്കിൽ ഒരു ഹെവൻലി ഫാദർ നമുക്കുണ്ടെന്നുള്ളത് നമുക്ക് എല്ലാത്തിനും ഒരു കംഫർട്ടാണ് ആക്ച്വലി. ഇത് പറഞ്ഞു മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ യഹൂദന്മാർക്ക് മനസ്സിലായില്ല. ദൈവത്തെ പിതാവ് എന്ന് പറയുമ്പോൾ ആരാണ്? നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കണം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയണം. അപ്പോൾ ആ മക്കളായി തീരാനാണ് നമ്മളെ സ്നേഹിച്ചത്, വിശ്വാസികളായി തീരാനല്ല. ഇന്ന് വിശ്വാസികളാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ മതത്തിൽ വിശ്വാസം മതി, പക്ഷെ ഇവിടെ മക്കളാണ്. മക്കളാകാനാണ് അവൻ നമ്മെ സ്നേഹിച്ചത്.
അപ്പോൾ മക്കളാണെങ്കിൽ തമ്മിൽ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സാണ് അല്ലേ? യേശു തന്നെയും പറഞ്ഞത് ഉയർത്തതിന് ശേഷം മറിയടുത്ത് പറഞ്ഞത് എൻ്റെ സഹോദരന്മാരോട് പോയി പറയണം, പോയി നമുക്ക് ഗലീലയിൽ വെച്ച് കാണാം. ആരോട് പറഞ്ഞു? ആ വലിയൊരു വെളിപ്പാട് കിട്ടിയപ്പോഴാണ് പൗലോസ് പറയുന്നത് തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ നമ്മെ മുന്നേവിച്ചിരിക്കുന്നു. നഷ്ടപ്പെട്ടുപോയ സ്വരൂപം, ആ സ്വരൂപത്തിൽ നമ്മൾ ഈ ലോകത്തിന് അനുരൂപരാകാതെ ആ സ്വരൂപത്തോട് നമ്മൾ അനുരൂപരായി വരുമെങ്കിൽ ഒടുവിൽ സാദൃശ്യം കിട്ടും. ആണ് യോഹന്നാൻ്റെ ലേഖനത്തിൽ പറയുന്നത്. കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവൻ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സാദൃശ്യന്മാരാകും. നഷ്ടപ്പെട്ടു പോയ സ്വരൂപം, നഷ്ടപ്പെട്ടു പോയ സാദൃശ്യം സുവിശേഷത്തിലൂടെ തിരിച്ചു കിട്ടുകയാണ്. അപ്പോൾ നമുക്കൊരു അൾട്ടിമേറ്റ് എയിമുണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അവിടെയാണ് ഈ പ്രത്യാശയുടെ ഹോപ്പ്. പക്ഷെ അവിടെയും പൗലോസ് ഒരു താക്കീത് കൊടുക്കുന്നു, ഈ ആയുസ്സിൽ മാത്രം നാം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരാണ്. അത് ഭയങ്കര പ്രോബ്ലമാണ്. ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ഡെത്താണ് നമ്മുടെ ലൈഫിൻ്റെ എൻഡ് ഗോളെങ്കിൽ നമ്മൾ ഡെത്താണ് എയിം ചെയ്ത് പോകുന്നത് അല്ലേ? ഒരു ഹ്യൂമൻ ബീങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരു മീനിങ്ങും ഇല്ല ആക്ച്വലി. നമ്മുടെ ലൈഫിൻ്റെ എൻഡ് എന്ന് പറയുന്ന ഡെത്താണെങ്കിൽ ഡെത്താണ് ഗോള്. ആ ഗോളിലേക്കാണ്. അതെ അതെ, അത് ആക്ച്വലി വളരെ മിസറബിൾ ആണ് സിറ്റുവേഷൻ. അത് നമുക്ക് ഡെത്തിന് ബിയോണ്ട് ലൈഫ് ഉണ്ടെന്നുള്ളതാണ് ആക്ച്വലി. നമ്മുടെ ഡെത്തിന് ശേഷം നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ് എപ്പോഴും ലൈഫ് നമ്മളെ എഫക്റ്റീവും ഫങ്ഷനിങ്ങും ഫുള്ളി ഫങ്ഷനിങ് ആക്കി മാറ്റും. ഇപ്പോൾ ലാസറിൻ്റെ വീട്ടിൽ ചെന്ന് യേശു പറഞ്ഞ പ്രസ്താവന പലർക്കും മനസ്സിലാവില്ല. കാരണം ഞാൻ തന്നെയാണ് പുനരുത്ഥാനവും ജീവനും. അത് ഓക്കെ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അടുത്ത് പിന്നെയും പറയാണ്, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. മൂന്നും എൻ്റർലി വലിയ വിഷയങ്ങളാണ്. അപ്പോൾ ഞാൻ ജീവിച്ചിരുന്നു, കർത്താവിൽ വിശ്വസിച്ചപ്പോൾ എൻ്റെ ആത്മാവിൽ ജീവൻ കിട്ടി. ഞാൻ പിന്നെ ശരീരത്തിലേ മരിക്കുന്നുള്ളൂ, ആത്മാവിൽ മരണമില്ല. കാരണം ദൈവത്തിന് മുമ്പിൽ ആരും മരിച്ചിട്ടില്ല. ദൈവം മരിച്ചവരുടെ ദൈവമല്ല. ദൈവത്തിന് മുമ്പിൽ എല്ലാവരും ജീവിച്ചിരിക്കുകയാണ്. ജസ്റ്റ് ട്രാൻസ്ഫറാണ് ഇവിടെ അങ്ങോട്ട് മാറിയത്. അപ്പോൾ ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഞാൻ ദൈവവുമായി ബന്ധപ്പെട്ട് ആ ബന്ധമുണ്ടെങ്കിൽ ശരീരം മാത്രമേ മരിക്കുന്നുള്ളൂ. അത് നിദ്രയേ ഉള്ളൂ. അടുത്തൊരു കർത്താവിനോടൊപ്പമുള്ള ജീവിതമാണ്. അപ്പോൾ ആത്മാവിൽ മരണമില്ല. പക്ഷെ ഇവിടെ വെച്ച് ഞാൻ ഈ ആത്മാവിൽ ജീവൻ പ്രാപിച്ചില്ലെങ്കിൽ രണ്ടാമതൊരു മരണമുണ്ട്. അത് കർത്താവ് പഠിപ്പിച്ച ഒരു കാര്യമാണ്. ഒന്നാം മരണം പാപത്തിൻ്റെ ശമ്പളമായ മരണം. ശരീരത്തിൻ്റെ മരണം നാച്ചുറലി ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്ന ഒരു ഫാക്റ്റാണ്. പക്ഷെ ആത്മാവിൽ ജീവൻ പ്രാപിച്ചില്ലെങ്കിൽ രണ്ടാം മരണത്തിലേക്ക് പോകും, കത്തുന്ന തീ പോയിക. അപ്പോൾ ഈ ഒരു വ്യക്തമായൊരു കാഴ്ചപ്പാട് നമ്മുടെ ജനത്തിന് വേണം. ഈ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ ഞാൻ പലരോടും പറയാറുള്ളതാണ്. ദൈവത്തിലുള്ള വിശ്വാസം, അതുപോലെ മരിച്ചവരുടെ പുനരുദ്ധാനം, ന്യായവിധി, മാനസാന്തരം, ഈ വിഷയങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടാണ് വേദോസം പഠിപ്പിച്ചിട്ടുള്ളത്. ആക്ച്വലി സെൻട്രൽ ഐഡിയ അതാണ്. ഈ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് പെരിഫറൽ ആയിട്ടുള്ള കാര്യം മാത്രമാണ് ആക്ച്വലി. പക്ഷേ ഇതല്ലേ ഉള്ളൂ, അനുഗ്രഹിക്കണം കർത്താവ്, ഇത് മാത്രമല്ലേ ഉള്ളൂ പ്രാർത്ഥന. ഇപ്പം പലരും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതിന് പ്രധാനപ്പെട്ട കാര്യം പ്രാർത്ഥിച്ചിട്ട് അവർക്ക് നടക്കാത്തത് കൊണ്ടാണ്. ഞാൻ ഇന്ന് നമ്മുടെ കന്യാസ്ത്രീകൾക്ക് ജയിൽ മോചനം കിട്ടി, ജാമ്യം കിട്ടിയല്ലോ. പക്ഷേ എത്രയോ മിഷണന്മാർ ഇപ്പോഴും ജയിലിലെ മാസങ്ങളായി. അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടില്ല എന്ന് ഞാൻ ചോദിച്ചു. അതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റാത്തടത്തോളം കാലം എങ്ങനെയാണ് ഈ ചർച്ച് ലീഡേഴ്സ് അവർ ലീഡേഴ്സ് ആണെന്ന് പറയാൻ പറ്റുക? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റാഷണൽ ക്വസ്റ്റ്യൻ ആണത്. ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തെ മാറ്റാൻ വേണ്ടിയിട്ടുള്ളതല്ല, നമ്മൾ മാറാൻ വേണ്ടിയിട്ടുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. കർത്താവ് വിളിച്ചപ്പോഴേ പറഞ്ഞു, ഇത് കഷ്ടതയുടെ മാർഗമാണ്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, ഉണ്ടാകാൻ സാധ്യത ഉണ്ടോന്നല്ല, ഉണ്ട്. പക്ഷെ റാഷണലി സ്പീക്കിംഗ് ഇതാണ് ഏറ്റവും കുറഞ്ഞ കഷ്ടത. ബാക്കിയുള്ളതെല്ലാം ഇതിനേക്കാളും കഷ്ടമാണ്. വൺ ഡേ ഓർ അതർ ഡേ അല്ലേ? ആക്ച്വലി അങ്ങനെ പഠിപ്പിച്ചാലേ ആൾക്കാർ ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുള്ളൂ. ഇപ്പം യേശു കർത്താവ് പറഞ്ഞത് ഇത് കഷ്ടമാണ്, ഭൂമിയിലെ ലൈഫും വളരെ ടഫായിട്ടുള്ള ലൈഫ് പറഞ്ഞു. കർത്താവ് യേശുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല
കഷ്ടം അനുഭവിക്കാനും വരം നൽകി. യെസ്. ആ വരം ആര് ചോദിക്കും? അപ്പോൾ ഞാൻ നല്ല മരണം എന്ന് നമ്മൾ പറയാറുണ്ട്. ഏതിനാണ് നമ്മൾ നല്ല മരണം എന്ന് പറയുന്നത്? അറ്റാക്ക് വന്ന് മരിച്ചു, നല്ല മരണമായിരുന്നു കേട്ടോ, കിടന്നൊന്നും കഷ്ടപ്പെട്ടില്ല. ഓക്കെ, ആ എങ്കിൽ മനസ്സിലായി. അപ്പോൾ ഉറക്കത്തിൽ മരിച്ചു, നല്ല മരണമാണ്, സുഖ മരണമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് നല്ല മരണം. അതൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. ഇപ്പം പലരും ആഗ്രഹിക്കുന്നത് ഇതാണ്, എന്തായാലും എൻ്റെ ഗോൾ ഡെത്താണ്, ആ ഡെത്ത് നല്ലതായിരിക്കണം, ആരെയും ബുദ്ധിമുട്ടിക്കാതെ അങ്ങ് പോകണം. ആക്ച്വലി അത് വളരെ വളരെ ലൂസായിട്ടുള്ള, എന്താ പറയുക, ഷാലോ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. നല്ലൊരു മരണം, നല്ലൊരു അടക്ക ശുശ്രൂഷ, അതാണ് എയിം ചെയ്യുന്നത് ലൈഫിൻ്റെ എൻഡ് ഗോളായിട്ട്. അത് വളരെ ഫൂളിഷ് ആയിട്ടുള്ള ഐഡിയ ആണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, യേശുവിന് നല്ല മരണമായിരുന്നോ? യേശുവിൻ്റെ അപ്പോസ്തലന്മാർക്ക് നല്ല മരണം കിട്ടിയോ? ബൈബിൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത വില്യം ടിൻഡേൽ കത്തിച്ചു, നല്ല മരണമായിരുന്നു. ഇന്ന് മണിപ്പൂരിലും വടക്കേന്ത്യയുടെ പല ഭാഗങ്ങളിലും ആഫ്രിക്കയിലും എല്ലാം അനേകരെ കൊല്ലുന്നു, നല്ല മരണമാണ്. ക്രിസ്തീയത്തിൽ നല്ല മരണമല്ല ഇമ്പോർട്ടൻ്റ്, നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പാണ്. എബ്രായർ 13 ബിയോണ്ട് ഡെത്ത് ആണ്. എബ്രായർ 11:35 പറയുന്നു, സ്ത്രീകൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ മരണത്തിനേൽപ്പിച്ചു, മറ്റു ചിലർ നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പിനായി ഭേദ്യം കൂടാതെ അഭേദ്യമേറ്റു. നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പായിരുന്നു അവരുടെ പ്രശ്നം. അപ്പോൾ ഞാൻ എങ്ങനെ മരിച്ചു എന്നുള്ളതല്ല, കാകളൊന്നും എനിക്കുമ്പോൾ ഞാൻ എങ്ങനെ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. പക്ഷെ ഇവിടെ എല്ലാവരും നോക്കുന്നത് നല്ല മരണമാണ്. അത് വളരെ ഫൂളിഷും ഷാലോ ആയിട്ടുള്ള ഐഡിയ ആണ്. അപ്പോൾ ഇതിലേക്കൊന്ന് തിരിച്ചു വരുമ്പോൾ ചിലർ ചിന്തിക്കുന്നുണ്ട്, പക്ഷേ ചിലർക്ക് അത് അസ്വസ്ഥത ഉണ്ടാക്കുന്നു. എന്തുകൊണ്ടായിരിക്കും? കാരണം വിശ്വാസം മാത്രമേ ഉള്ളൂ, അവർ തന്നെ കണ്ടക്ട് ചെയ്യുന്ന പ്രത്യാശയില്ല. അതെ, അവർ പോലും അങ്ങനെ ജീവിക്കുന്നില്ല എന്നുള്ളതാണ് പ്രത്യാശയില്ല. വാസ്തവം. വെറുതെ ഇരുന്ന് പാടും മൽപ്രിയനെ അന്വേഷിച്ച് നായകനെ എപ്പോൾ വരുമെന്ന്, വരാൻ വേണ്ടി പാടുന്നതല്ല. ഇല്ലേ? ഇപ്പോൾ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, ഒരു പഴയ പാട്ടാണ്. കഴിഞ്ഞ ദിവസം എന്നെ ചിന്തിപ്പിച്ച, ഞാനത് പാടിയപ്പോൾ വാസ്തവത്തിൽ എൻ്റെ ഉള്ളം അങ്ങനെ പൊങ്ങുന്നുണ്ടോ, പൊങ്ങുന്നുണ്ടോ, വെറുതെ പാടുന്നില്ല. അപ്പോൾ അന്ന് ആ പാട്ട് എഴുതിയ ആൾ ആ സ്നേഹം മനസ്സിലാക്കിയിട്ടാണ്. ഇന്നെല്ലാം അറിവിലേ ഉള്ളൂ, സ്നേഹത്തിലല്ല. അറിവിലുള്ളത് ബുദ്ധി പോലും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. റാഷണലി ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്, ഈ പറഞ്ഞ പോലെ അറിവ് ധാരാളം ഉണ്ട്. അതിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഈ സെൻസറി പ്ലഷർ കിട്ടുന്നത് അവരെടുത്തുകൊണ്ട് അവർ ലൈഫ് കണ്ടക്ട് ചെയ്യുകയാണ്. അതൊരു പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോഴും ഇത് ക്രിസ്തു മാർഗം റിലവൻ്റ് ആണ്. അത് ക്രിസ്തുവിനെ കണ്ടെത്തുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ക്രിസ്തുവുമായിട്ടൊരു ബന്ധം, ജീവൻ. കൊലോസ്യർക്ക് എഴുതുമ്പോൾ നമ്മുടെ ജീവനായ ക്രിസ്തു, അവൻ എൻ്റെ ജീവനാണ്. ഞാൻ മരിച്ചവനായിരുന്നു, അവൻ എനിക്ക് ജീവൻ തന്നു. ആ ജീവൻ്റെ സമ്പൂർണ്ണതയിലേക്ക് അവൻ എന്നെ നയിക്കുന്നു. ജീവ മന്ന എനിക്ക് തരുന്നു, ജീവ വെളിച്ചം എനിക്ക് തരുന്നു, ജീവനുള്ള പ്രത്യാശ എനിക്ക് തരുന്നു. എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാനിവിടെ ജനിച്ചപ്പോൾ എൻ്റെ പേര് ആശുപത്രിയിൽ എഴുതി അവർ കോർപ്പറേഷനിൽ അയച്ചു. എനിക്ക് ഇവിടുത്തെ ബർത്ത് സർട്ടിഫിക്കറ്റ് കോർപ്പറേഷനിൽ പോയാൽ കിട്ടും. കർത്താവ് പറഞ്ഞു, ജഡത്താൽ ജനിച്ചത് ജഡം, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവ്. അപ്പോൾ ആത്മാവിനാൽ ജനിപ്പിച്ചത് പിതാവാണ്. ആ ജനനം സംഭവിച്ചപ്പോൾ അപ്പോൾ തന്നെ പേരവിടെ എഴുതി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഐഡിയയാണ്. കാരണം ഈ ഇപ്പം നമ്മളുടെ ലൈഫ് ഈ ഭൂമിയിൽ തീരുന്നതാണെങ്കിൽ ഈ നീതി ന്യായം എന്ന് പറയുന്ന ഒന്നില്ല. എല്ലാം ഒരു റാൻഡം ആയിട്ടുള്ള ആക്ടിവിറ്റി മാത്രമാണ്. അപ്പം നമുക്ക് യഥാർത്ഥത്തിലുള്ള നീതിയും ന്യായവും നടപ്പിലാകണമെങ്കിൽ നമുക്കൊരു എറ്റേണൽ ലൈഫ് ഉണ്ടായേ പറ്റും. അവിടെയാണ് യോഹന്നാൻ പറയുന്നത്, ദൈവം നീതിമാനാണെന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നുവെങ്കിൽ നീതി ചെയ്യുന്നവനൊക്കെയും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. 1 യോഹന്നാൻ 2-ാം അധ്യായം 28-ാം വാക്യം. കാൽവരിയിൽ കാണിച്ചത് ദൈവത്തിൻ്റെ നീതിയാണ്. ഒരു നാണയത്തിൻ്റെ 2 വശം, ഒരു വശത്ത് സ്നേഹം, മറുവശത്ത് നീതി. ആ നീതി അംഗീകരിക്കാത്തവർ തോന്നിയതുപോലെ ജീവിക്കും. ആ ദൈവം എന്നുള്ളൊരു സ്റ്റാൻഡേർഡാണ് ആക്ച്വലി നമ്മുടെ ലൈഫ് മോറലി എത്തിക്കലി റൈറ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റിയൊരു സ്റ്റാൻഡേർഡ്. ആ സ്റ്റാൻഡേർഡ് മാറ്റിക്കഴിഞ്ഞാൽ ഒന്നുമില്ല. അപ്പം നീതിയോടെ ന്യായം വിധിക്കും. അതെ, ആ സ്റ്റാൻഡേർഡാണ് ആക്ച്വലി നമ്മളെ
ജഡ്ജ് ചെയ്യാൻ പോകുന്നത് ഇൻ ദ ഫൈനൽ ജഡ്ജ്മെന്റ് എന്നുള്ളത്. ഇവിടെ നീതിയില്ല. അതെ, ഇവിടെ പണം കൊടുത്ത് നീതിയും ന്യായമൊക്കെ മറിക്കാൻ പറ്റും. പക്ഷെ യഥാർത്ഥത്തിൽ നമുക്ക് നീതിയും നമ്മുടെ റൈറ്റ്സും വരുന്നത് നമ്മുടെ ദൈവത്തിൽ നിന്നാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം എനിക്ക് തോന്നുന്നു US കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് തോന്നുന്നു, റൈറ്റ്സ് എൻഡോർഡ് ബൈ ദ ക്രിയേറ്റർ ഗോഡ് എന്നാണ് പറഞ്ഞത്. അല്ലാതെ ഗവൺമെൻറ് അല്ല, കോർട്ടും അല്ലെങ്കിൽ പോലീസും അല്ല നമുക്ക് നീതി തരുന്നത്. കാരണം അവർക്ക് എപ്പോഴും ഫുള്ളായിട്ടുള്ള നീതി കൊടുക്കാൻ പറ്റില്ല. അതൊക്കെ റെലവെൻ്റ് ആണ്. പോലീസ് വേണം, ഗവൺമെൻറ് വേണം, അതൊക്കെ മാറ്റണോ പോലീസ്. അതെ അതെ. ഇപ്പോൾ പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നത് അറിയായ്മയുടെ കാലങ്ങളെ ദൈവം കണക്കിലെടുക്കുന്നില്ല. ഇത്രയും കാലം ഇതൊന്നും അറിയാതെ ജീവിച്ചു, ഞാൻ ക്ഷമിക്കാമെന്നാണ്. അറിയായ്മയുടെ കാലങ്ങളെ കണക്കിലെടുക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുകയാണ്. പിന്നെ അതിൻ്റെ റീസൺ പറയുകയാണ്. താൻ നിയമിച്ച പുരുഷനായ യേശുക്രിസ്തു മുഖാന്തരം ലോകത്തെ നീതിയോടെ ന്യായം വിധിപ്പാൻ ഒരു ദിവസം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. എന്താണ് ഗ്യാരണ്ടി? യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ അതിൻ്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇതൊക്കെ പണ്ടത്തെ മാനസാന്തര പ്രസംഗകരൊക്കെ ഇതൊക്കെ വിളിച്ചു പറയുന്ന വാക്കുകളാണ്. പക്ഷെ ഇപ്പോൾ ഇതൊന്നും കേൾക്കാനേ ഇല്ല ആക്ച്വലി. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അത്രയും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു കാലഘട്ടത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗൈഡ് ഇല്ലാത്ത ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ ഗൈഡിനെ കാണിച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അല്ല, ഇപ്പോൾ ഈ ലോകത്തിലെ കാര്യങ്ങൾ മാത്രം പ്രസംഗ വിഷയം അനുഗ്രഹം എങ്ങനെ വിടുതൽ പ്രാപിക്കാം. 21 ദിവസം ഉപവാസ പ്രാർത്ഥന വെച്ചാലും വിടുതലിൻ്റെ സന്ദേശങ്ങളാണ് പഴയ നിയമത്തിൽ നിന്നെടുത്ത് പ്രസംഗിക്കുന്നു. അടുത്ത് അവിടെ തന്നെ 21 ദിവസം വെച്ചാൽ പിന്നെയും വിടുതൽ തന്നെ. ഒരു ആത്മീക വളർച്ച. അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ല, ഈ വൈകാരികമായിട്ട് മാത്രം ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ലാതെ റാഷണലി ചിന്തിപ്പിക്കുകയോ. അവിടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവിടെ പരിശുദ്ധാത്മാവല്ല, വേറൊരു ആത്മാവാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിലേക്കല്ല അവരടുപ്പിക്കുന്നത്. അവർ ഈ പറഞ്ഞ പോലെ പവറിലേക്കും സോഷ്യൽ സ്റ്റാറ്റസിലേക്കും അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളിലേക്കും. എനിക്ക് തോന്നുന്നു അതിന് 2 വാക്യങ്ങൾ പറഞ്ഞാൽ ബുദ്ധിമുട്ടില്ലല്ലോ. 1 യോഹന്നാൻ 4 പറയുന്നു, പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ, മനുഷ്യരുമായിട്ട് നമുക്ക് പ്രശ്നമില്ല, ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യും. എന്നിട്ട് പറയുകയാണ്, കള്ളപ്രവാചകന്മാർ ലൗകികമായിട്ട് സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. എന്നിട്ട് യോഹന്നാൻ പറയാണ്, ഞങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാകിയാൽ ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തെ അറിയാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിൻ്റെ ആത്മാവേതെന്നും വഞ്ചനയുടെ ആത്മാവേതെന്നും ഇതിനാൽ നമുക്കറിയാം. ക്ലാരിഫിക്കും. അതെ, ഇപ്പം പൗലൂസ് തന്നെയാണ് തോന്നുന്നു പറഞ്ഞ, ആക്ച്വലി ഞാൻ പറഞ്ഞിരിക്കുന്നത് ബൈബിളിലുള്ളതാണോ എന്ന് നിങ്ങൾ വെരിഫൈ ചെയ്ത് നോക്കാനല്ലേ. ഈവൻ നമ്മൾ പറയുന്നതാണെങ്കിൽ പോലും ഈ കേൾക്കുന്നവരെ വെരിഫൈ ചെയ്ത് നോക്കിയിട്ടേ വിശ്വസിക്കാം. വാക്യം കൂടെ വെറുതെ പറയാതെ വാക്യം എടുത്ത് പറയുന്ന ആ ബൈബിളിൽ അങ്ങനെ ഉണ്ടോ നോക്കാം. എന്നിട്ട് അവിടെ തൊട്ട് മുമ്പ് ഒരു വാക്യമുണ്ട്, 1 യോഹന്നാൻ 4:4, നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവൻ. ഇപ്പം ലോകത്തിലൊരുവനുണ്ട്, ഈ ലോകത്തിൻ്റെ ദൈവം, അവനേക്കാൾ വലിയവനാണ് നിങ്ങളിലിരിക്കുന്നത്. യേശു കർത്താവ് പറഞ്ഞത്, എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളുടെ പള്ളിയിലും വസിക്കുമെന്നല്ല, എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. പക്ഷെ ഇന്നത്തെ ബഹുഭൂരിപക്ഷം വിശ്വാസികൾക്കും യേശു പള്ളിയിലിരിക്കുന്ന സന്തോഷം. അനുഗ്രഹത്തോടെ ഞങ്ങളെ അയക്കണമേ, ഞങ്ങൾ അടുത്ത ആഴ്ച വീണ്ടും വരാം. കർത്താവ് പറയും, ഇല്ല മക്കളെ, ഞാൻ നിങ്ങളിൽ വസിക്കാം. വസിച്ചാൽ അങ്ങേക്കും ടെൻഷൻ, എനിക്കും ടെൻഷൻ. അങ്ങ് പള്ളിയിലിരിക്കുന്നതാണ് നല്ലത്, സേഫ്. ഞാൻ വരുമ്പോൾ വന്ന് കണ്ടോളാം. എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യണ കാര്യങ്ങളൊക്കെ കാണൂല്ലേ. അതൊരു പ്രധാന. ഇങ്ങനെ ലൈറ്റായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ വേറെ എന്തെങ്കിലും സാറിന് അഡീഷണൽ പറയാനുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാം? അതെ, അഡീഷണലായിട്ട് പറയാമെന്ന് പറയുമ്പോൾ, ഇപ്പോൾ കർത്താവിൻ്റെ വരവ് സമീപിക്കുന്നു എന്ന് അടയാളങ്ങൾ ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നു. ഡേറ്റ് പറയാൻ നമ്മൾ ആരുമല്ല. കർത്താവ് വരുന്നവരെ നമ്മൾ ജീവിച്ചിരിക്കുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ നമുക്കൊരു കാര്യം ചെയ്യാം, വിശുദ്ധിയോടെ ജീവിക്കണം, ദൈവസ്നേഹത്തിൽ ജീവിക്കണം, ജീവൻ്റെ പുസ്തകത്തിൽ പേരുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ഈ ഉറപ്പ് വരാതാണ് പലരും പാടുന്നത്. പേർവിളിക്ക് നേരം കാണുമെന്ന് പാടും. ഞങ്ങൾക്കൊരു അയൽവാസി ഉണ്ടായിരുന്നു, ഒരു മദ്യപാനിയാണ്, ഫുള്ളായിട്ട് അടിച്ചിട്ട് പാടുന്ന പാട്ടാണ് പേർവിളിക്ക് നേരം കാണും. അപ്പോൾ കർത്താവിനായി കഷ്ടപ്പെടുന്നവരുടെ പേരാണ് അവിടെ വിളിക്കുന്നത്, അല്ലേ?
കർത്തൻ പേർക്കു രാപ്പകൽ അധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിയിടട്ടെ തൻ സ്നേഹത്തിൻ പാർത്തലത്തിൽ എൻ്റെ വേല തീർത്തു ജീവിതാന്ത്യത്തിൽ പേർ വിളിക്കും നേരം കാണും എൻ പേര്. ആർക്കാണ് പേരെന്നുള്ളതും കൂടെ അവിടെ ഉണ്ട്. അതെ. രാപ്പകൽ ഞാൻ കർത്താവിന് വേണ്ടി അധ്വാനിക്കുകയാണ്. അവരുടെ പേരാണ് അവിടെ, അല്ല വെറുതെ നടന്നവരുടെ പേരല്ല. കർത്താവിൻ്റെ പേര് യൂസ് ചെയ്യുന്നവരല്ല, അങ്ങനെ ജീവിക്കുന്നവരുടെ പേരാണ് ഉണ്ടാവുക. അതെ, അത് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ഐഡിയ തന്നെയാണ്. അതുപോലെ നീതിമാന്മാരായ സിദ്ധന്മാർ, ജീവനും വേറുത്ത വീരന്മാർ, വീണകളേന്തി ഗാനം പാടുമ്പോൾ ഞാനും പാടിയിട്ടുണ്ട്. അപ്പോൾ നീതിമാന്മാരായ സിദ്ധന്മാർ അവർ ജീവനും വെറുത്ത് ജീവിച്ചവരാണ്. അതെ, ജീവനേക്കാൾ ദൈവത്തെ സ്നേഹിച്ചു. അങ്ങനെ ഒരു ജീവിതമാണ് ഈ ദിവസങ്ങളിൽ ആവശ്യം. പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഇനി കുറയാനല്ല പോകുന്നത്, വർദ്ധിക്കും. അധർമ്മം പെരുകും, വിശ്വാസം കാണത്തില്ല എന്നാണ് കർത്താവ് പറഞ്ഞത് അല്ലേ. മനുഷ്യപുത്രം വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ഇപ്പം ആ ഒരു സ്റ്റേജ് എത്തിയിട്ടില്ല അല്ലേ, ഇനി നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എങ്കിലും ഒരുപാട് കോവിഡ് വന്നതോടെ ദൈവം വേണ്ട, പള്ളി വേണ്ട, ആരാധന വേണ്ട എന്നൊരു ചിന്ത ആളുകൾക്ക് വന്നു. ഇല്ലെങ്കിലും ജീവിക്കാം, 2 വർഷം ജീവിച്ചു. എന്നാൽ ഈ സ്നേഹബന്ധമുള്ളവർ പോയിട്ടില്ല. ഈ അറിവിൽ നിന്നവരാണ് പലരും. ദൈവം നില്ലെന്ന് ഇതൊക്കെ ആളുകളെ പറ്റിക്കാനാണെന്ന് കോവിഡ് വലിയ ദോഷം ചെയ്തു ഒരു തരത്തിൽ. പക്ഷേ ദൈവം നിർത്തി, കുറേ പേര് നിർത്തി. നമ്മൾ നിന്നല്ലല്ലോ. നിൽക്കുന്നു എന്ന് തോന്നുന്നവർ വീഴാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നിൽക്കുന്നത് ദൈവം നിർത്തിയതാണ്. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പം ദൈവം ഇല്ല എന്ന് വിചാരിക്കുന്നവർ പോലും ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചാണ് അവർ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ദൈവത്തിൻ്റെ കൽപ്പനകളെ ഇപ്പം കൊല ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ദൈവം പറഞ്ഞതാണ്. അവർ കൊല ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ അവരെ തോന്നലുകൾക്കനുസരിച്ച് ജീവിക്കുകയല്ല. ഈ റോമർ കേലനത്തിലൊരുണ്ട്, ജാതികൾക്ക് അവർക്ക് ന്യായപ്രമാണമില്ല, പക്ഷെ അവരുടെ മനസ്സാക്ഷി തന്നെ അവർക്കൊരു ന്യായപ്രമാണമാകുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു മനസ്സാക്ഷിയുണ്ട്. ആ മനസ്സാക്ഷിക്കാണ് ഹൃദയം എന്ന് പറയുന്നത്. അപ്പോൾ ആ മനസ്സാക്ഷിയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ട്. അതിൽ കൾച്ചറലി ഡെവലപ്പ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ കൾച്ചറലി ഡെവലപ്പ് ചെയ്യുന്നത് പലതും ഈ റിലീജിയൻ പ്രൊപ്പഗേറ്റ് ചെയ്ത കാര്യങ്ങളാണ്. ഇപ്പം 10 കൽപ്പനകളാണെങ്കിലും നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് യേശു കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും അതൊക്കെ ഇവർ മോഷ്ടിച്ചെടുത്ത് ജീവിച്ചിട്ടാണ് ആക്ച്വലി ദൈവം ഇല്ല എന്ന് പറയുന്നത്. അതില്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ വളരെ കെയോട്ടിക് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് അവർ പോകുന്നുള്ളൂ. അപ്പം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം റാഷണലി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമുക്ക് ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ എങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. നമ്മൾ സ്കൂളിൽ പഠിക്കുന്നില്ല, കോളേജിൽ പഠിക്കുന്നില്ല, സമൂഹം നമ്മളെ പഠിപ്പിക്കുന്നില്ല, ഗവൺമെൻറ് നമ്മളെ പഠിപ്പിക്കുന്നില്ല. ആ കാര്യം ഹൗ ടു കണ്ടക്ട് അവർ സെൽഫ് ഇൻ ദിസ് വേൾഡ് എന്നുള്ളത് നമുക്ക് പഠിക്കാനുള്ള ഒരേ ഒരു സോഴ്സ് എന്ന് പറയുന്നത് ദൈവം തന്നിരിക്കുന്ന മോറൽ ഗൈഡും വചനവുമാണ്. വചനത്തിലാണ് ബൈബിളിനൊരു ഒരു ഫുൾ ഫോം ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ബേസിക് ഇൻഫർമേഷൻ ബിഫോർ ലീവിങ് എർത്ത്. ഈ ലോകം വിട്ടു പോകുന്നതിന് മുമ്പേ മനുഷ്യൻ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട പച്ചയായ കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. അതുപോലെ നേരത്തെ ഒന്നാമത് സൂചിപ്പിച്ചത് മനുഷ്യൻ, രണ്ടാമത് ആഫ്റ്റർ ലൈഫ് എന്ന് പറഞ്ഞ ഒരു ഹ്യൂമൻ ബീങ്ങിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട, വളരെ ഇമ്പോർട്ടൻ്റ്. അതില്ലെങ്കിൽ ഭൂമിയുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെ മിസറബിളാണ്. അത് ഓഫർ ചെയ്യുന്ന ഒരേ ഒരു എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത് ഗോഡും റിലീജിയനും മാത്രമാണ്. അപ്പോൾ അതിലേറ്റവും റാഷണൽ ആയിട്ടുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഐ എം പ്രൗഡ് ഓഫ് ബീങ് എ ക്രിസ്ത്യൻ എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം. എനിക്കൊന്ന് നമുക്ക് അവിടെ വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു. വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഓക്കെ, താങ്ക് യു വെരി മച്ച്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ഈ ഓണസ്റ്റ് ടോക്ക് പോസിബിൾ ആവുന്നത് നിഖിൽ എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരനും ഫാമിലിയുമാണ് ആക്ച്വലി ഇതിൻ്റെ എഡിറ്റിങ്ങും ഇതിൻ്റെ ബാക്ക് എൻഡിൽ വളരെ ആത്മാർത്ഥമായിട്ട് ഇതിൻ്റെ ഒരു പകുതി പാകം ചെയ്യുന്നത് അവർ തന്നെയാണ്. എൻ്റെ അഗാധമായ സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.